ഗുഡ് മോർണിംഗ്. നമ്മളുടെ ഇന്നത്തെ സെഷനിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ പ്രധാനമായിട്ടും സിവിൽ സർവീസ് പരീക്ഷയ്ക്കാണെങ്കിലും കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് പരീക്ഷയ്ക്കാണെങ്കിലും എസ് എ എഴുതാറുണ്ട്. പ്രത്യേകിച്ചും ഡിസ്ക്രിപ്റ്റീവ് പേപ്പേഴ്സ് ആണ് സിവിൽ സർവീസ് മെയിനിലും ഒപ്പം കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് പരീക്ഷയിലും നടക്കുന്നത്. അപ്പോൾ ഈ എസ് എ പേപ്പർ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ ഇന്ന് പ്രധാനമായിട്ടും ചർച്ച ചെയ്യുന്നത്. കാരണം സിവിൽ സർവീസിലാണെങ്കിൽ എസ് എ എക്സ്ക്ലൂസീവ്ലി ഒരു പേപ്പർ ആയിട്ട് തന്നെയുണ്ട്. കെ എസിലേക്ക് വരുമ്പോൾ നമുക്ക് 100 മാർക്സിന്റെ 3 പേപ്പറുകളാണ് ഉള്ളത്. അവിടെ ലെങ്തി അല്ല എങ്കിൽ പോലും ഒരു 150 വേർഡ്സിലുള്ള എസ് എ ക്വസ്റ്റ്യൻസ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും എസ് എ റൈറ്റിംഗിലെ ഡൂസും ഡോൺസും നമ്മൾ മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ നമുക്ക് കൃത്യമായ രീതിയിൽ എഴുതുവാൻ സാധിക്കുകയുള്ളൂ, മികച്ച സ്കോർ നേടുവാൻ സാധിക്കുകയുള്ളൂ. ഒരു സിവിൽ സർവീസ് മെയിൻസ് എക്സാമിനേഷനിലാവട്ടെ, കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് പരീക്ഷയിലാവട്ടെ, പല ആളുകളും ഇത്തരത്തിലുള്ള പേപ്പറുകളെ ഒരു ലാഘവത്തോടുകൂടി എടുക്കുന്നത് കാണാറുണ്ട്. എനിക്കറിയാവുന്ന പല ആസ്പിരൻസും എസ് ഐക്ക് യാതൊരു പ്രിപ്പറേഷൻ പോലും നടത്താറില്ല. ഡയറക്റ്റ് ആയിട്ട് പോയി എഴുതുന്ന ഒരു രീതിയാണ് പലപ്പോഴും കണ്ടുവരുന്നത്. ഇതുകൊണ്ട് സംഭവിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പാളിച്ച എന്ന് പറയുന്നത്, നമുക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു പേപ്പറാണ് ജനറൽ എസ് എ. അത് സിവിൽ സർവീസിലേക്ക് വരുമ്പോൾ 250 മാർക്കിന്റെ ഒരു പേപ്പർ ആയിട്ടുണ്ട്. കെ എസിലേക്ക് വരുമ്പോൾ നമുക്ക് കറന്റ് റിലേറ്റഡ് ടോപ്പിക്സിൽ നിന്ന് എസ്ഐസ് വരും. സ്വാഭാവികമായിട്ടും അതൊക്കെ നമ്മൾ ഒരു സീരിയസ് അപ്രോച്ചോട് കൂടി പോയി കഴിയുകയാണ് എങ്കിൽ ഒരുപക്ഷെ നമ്മളുടെ മാർക്ക് 8, 10, 15 ഒക്കെ ആയിട്ട് വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ ഓരോ മാർക്കും ഫൈനൽ റാങ്കിങ്ങിൽ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു സംഗതിയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇത് കൃത്യമായ ഒരു ആക്ഷൻ പ്ലാനോടുകൂടി തന്നെ നമ്മൾ മുൻപോട്ടേക്ക് പോകണം. ആ ഒരു എസ് എ റൈറ്റിംഗിന്റെ ഒരു ആർട്ട് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ, ഹൃദയസ്ഥമാക്കി കഴിഞ്ഞാൽ നമുക്ക് വളരെ എളുപ്പത്തിൽ കാര്യങ്ങൾ മുൻപോട്ടേക്ക് കൊണ്ടുപോകാൻ സാധിക്കും. നമുക്ക് മികച്ച മാർക്ക് ഈ ഒരു സിവിൽ സർവീസ് പരീക്ഷയ്ക്കാവട്ടെ, കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് പരീക്ഷയ്ക്കാവട്ടെ നേടാൻ സാധിക്കും. So, what is the secret behind success? For getting good marks, what you have to do is you have to practice. That is the only solution. That is the only key. അപ്പോൾ പല ആളുകളും ഞാൻ ആദ്യമേ സൂചിപ്പിച്ചതുപോലെ പ്രാക്ടീസ് ചെയ്യാൻ തയ്യാറാവത്തില്ല. അവർക്ക് തോന്നുന്ന രീതിയിലൊക്കെയാണ് എസ് എഴുതി വെക്കുന്നത്. ഞാൻ എൻ്റെ പല ഇന്റർവ്യൂസിലും യൂട്യൂബിലെ നമ്മുടെ വീഡിയോസിലും ഒക്കെ ഞാൻ മുമ്പ് സൂചിപ്പിച്ചിട്ടുള്ള കാര്യമാണ്. ഞാൻ സിവിൽ സർവീസ് പരീക്ഷ എഴുതുന്ന കാലഘട്ടത്തിൽ എനിക്ക് ഓപ്ഷണലിന് ഞാൻ ഓൾ ഇന്ത്യ ടോപ്പർ ആയിരുന്നു. ഒപ്പം GS പേപ്പറിന് നല്ല മാർക്ക് ഉണ്ടായിരുന്നു. എന്നിട്ടും എനിക്ക് ഒരു 2 മാർക്കിന്റെ ഡിഫറൻസിൽ സർവീസ് കിട്ടാതെ പോകുന്നതിനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം, അന്ന് ഞാൻ എസ് എ പേപ്പർ എഴുതുമ്പോൾ PhD തീസിസ് എഴുതുന്ന രീതിയിലാണ് ഞാൻ എസ് എ പേപ്പർ എഴുതിയത്. കാര്യം എനിക്കറിയില്ലായിരുന്നു. ഞാൻ വിചാരിച്ച IAS പരീക്ഷയല്ലേ, കുറച്ച് തീസിസിന്റെ ഒക്കെ ലൈനിൽ എഴുതി കഴിഞ്ഞാൽ മാർക്ക് കിട്ടും എന്ന് വിചാരിച്ചു. പക്ഷെ റിസൾട്ട് വന്നപ്പോൾ ഞാൻ പ്രതീക്ഷിച്ചതിലും ഒരു 60 മാർക്ക് കുറവാണ്. ഞാൻ മെയിൻ പരീക്ഷ എഴുതുന്ന കാലഘട്ടത്തിൽ 7 ബുക്സ് പബ്ലിഷ് ചെയ്തിരുന്നു, ഒരു 600ഓളം ആർട്ടിക്കിൾസ് പബ്ലിഷ് ചെയ്തിരുന്നു. സ്വാഭാവികമായിട്ടും അങ്ങനെയുള്ള ഒരാൾക്ക് ജേർണലിസം ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ഉണ്ട്. അങ്ങനെയുള്ള ഒരാളെ സംബന്ധിച്ച് എസ് ഐക്ക് മാർക്ക് കിട്ടേണ്ടതാണ്. കിട്ടാത്തതിന് കാര്യം ഞാൻ എടുത്ത സ്ട്രാറ്റജി തെറ്റായിരുന്നു. അപ്പൊ നമ്മൾ പലപ്പോഴും ശരിയെന്ന് തീരുമാനിക്കുന്ന പല കാര്യങ്ങളും തെറ്റായിരിക്കും. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ പേപ്പറുകളൊക്കെ വാല്യൂ ചെയ്യുന്നത് +2 ലെവലിലുള്ള അധ്യാപകരാണ്. അപ്പോൾ ആ ഒരു എസ് എ ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ കൃത്യമായിട്ടും വന്നു കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ വിജയിക്കുകയുള്ളൂ. ഞാൻ എൻ്റെ തന്നെ ഉദാഹരണം പറയാനുള്ള ഒരു കാരണം, പ്രാക്ടീസ് ആണ് പ്രധാനം, ടാലന്റ് അല്ല എന്നുള്ളതാണ്. റൈറ്റിംഗ് ടാലന്റ് ഉള്ള ഒരു വ്യക്തി ആയതുകൊണ്ട് നിങ്ങൾക്ക് എസ് ഐക്ക് മാർക്ക് കിട്ടണമെന്നില്ല. അപ്പോൾ എങ്ങനെ നമുക്ക് ആ ഒരു കൾച്ചർ ഡെവലപ്പ് ചെയ്തെടുക്കാം? ഏറ്റവും മികച്ച മാർഗം എന്ന് പറയുന്നത്, യു ഹാവ് ടു റീഡ് മോർ ആൻഡ് മോർ എസ്സേസ്. ന്യൂസ് പേപ്പറിലെ എഡിറ്റോറിയൽ വായിക്കുന്നത് നമുക്കൊരു ശീലമാക്കി എടുക്കാം. ഒപ്പം എസ് എ എഴുതുന്ന ഒരു ശീലം, അത് വേണമെങ്കിൽ ലെറ്റർ ടു ദ എഡിറ്റർ എഴുതിയാണെങ്കിൽ പോലും നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം. റൈറ്റിംഗ് പലപ്പോഴും നമ്മൾ ഇന്ന് മൊബൈൽ ഫോൺ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ ഒട്ടും തന്നെ എഴുതുന്നില്ല. ഇപ്പോ എനിക്കറിയാവുന്ന കുറെ വിദ്യാർത്ഥികളുണ്ട്, അവര് ഈ സ്റ്റേറ്റ് എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യും, PSC എക്സാംസിന് വേണ്ടിയൊക്കെ പ്രിപ്പയർ ചെയ്തിട്ട് അവർ പറയും ഒബ്ജക്റ്റീവ് ടൈപ്പ് എക്സാം ആണ്, ഐ ക്യാൻ ക്രാക്ക് ദിസ്, ബട്ട് ഇഫ് ഇറ്റ് ഈസ് ഡിസ്ക്രിപ്റ്റീവ് ഐ കനോട്ട് ഡു ദാറ്റ്. എനിക്കത് ചെയ്യാൻ പറ്റത്തില്ല.
because I am not able to write. എനിക്കിത് എഴുതാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് അവരുടെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമായിട്ട് പറയുന്നത്. ഈ ഒരു സന്ദർഭത്തിലാണ് നിരന്തരം എഴുതി നമ്മൾ എസ്സേ പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതിന്റെ പ്രാധാന്യം ഇരിക്കുന്നത്. ഞാൻ മുമ്പുള്ള എൻ്റെ വീഡിയോസിലും സൂചിപ്പിച്ചിട്ടുണ്ട്. എൻ്റെ ഒരു സുഹൃത്താണ് ഹരിത വി കുമാർ. IAS പരീക്ഷയ്ക്ക് 1ാം റാങ്ക് കിട്ടിയ ആളാണ്. നമ്മൾ ഒരുമിച്ച് IAS ഇന്റർവ്യൂവിന് പോയതാണ്. ആ വർഷം ഹരിതയ്ക്ക് IRS ആണ് കിട്ടുന്നത്, ഇന്ത്യൻ റവന്യൂ സർവീസ് ആണ് കിട്ടുന്നത്. പിറ്റേ വർഷം അടുത്ത തവണ എഴുതിയപ്പോഴാണ് 1ാം റാങ്കിലേക്ക് വരുന്നത്. ഹരിത 1ാം റാങ്ക് കിട്ടി കണ്ണൂർ അസിസ്റ്റന്റ് കളക്ടർ ആയിരിക്കുമ്പോൾ കണ്ണൂർ കളക്ടറേറ്റിൽ ഞാൻ കാണാൻ ചെയ്തു. അപ്പൊ ഞാൻ ഹരിതയോട് ചോദിച്ചു, വാട്ട് ഈസ് യുവർ സക്സസ് സീക്രട്ട്? ബിക്കോസ് you got first rank in Indian civil services examination. That is the toughest examination in India. അപ്പോൾ ഹരിത പറഞ്ഞ ഒരു കാര്യം ഞാൻ പറഞ്ഞു, അതൊന്ന് ഷെയർ ചെയ്യുകയാണെങ്കിൽ ഞങ്ങളുടെ കുട്ടികളോട് ഞങ്ങൾക്ക് അത് പങ്കുവെക്കാൻ പറ്റും. അപ്പൊ പറഞ്ഞ ഒരു കാര്യം, ഞാൻ 200ഓളം essays എൻ്റെ നോട്ട്ബുക്കിൽ എഴുതിയിരുന്നു എന്നുള്ളതാണ്. സോ സ്റ്റാർട്ട് റൈറ്റിംഗ് essays ഫ്രം ടുഡേ ഓൺവേർഡ്സ്. എല്ലാ ദിവസവും നമുക്ക് പരമാവധി essays എഴുതാൻ സാധിക്കുകയാണ് എങ്കിൽ ഓട്ടോമാറ്റിക്കലി യു ക്യാൻ സ്കോർ ഗുഡ് മാർക്സ്. കാര്യം ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പിലുള്ള എന്ത് എക്സാംസിനും നമ്മൾ ഈ ഒരു ക്രാഫ്റ്റ് നമ്മളത് അതിലൊരു മാസ്റ്റർ ആയേ പറ്റൂ. സോ ഇൻ കേസ് ഓഫ് സിവിൽ സർവീസസ് ഇറ്റ് ഈസ് 250 മാർക്സ് ഔട്ട് ഓഫ് 225. ദാറ്റ് ഈസ് ദി ടോട്ടൽ മാർക്സ് എന്ന് പറയുമ്പോൾ 12.3% ആണ്. 55% കിട്ടുന്നയാൾക്ക് ഫസ്റ്റ് റാങ്ക് കിട്ടുന്ന എക്സാമിനേഷൻ ആണ് സിവിൽ സർവീസ്. അവിടെ 12.35% എസ്സേയിൽ നിന്ന് മാത്രം വരുന്നു എന്ന് നോക്കുമ്പോൾ നിങ്ങൾ അതിന്റെ ഒരു പ്രാധാന്യം ഒന്ന് മനസ്സിലാക്കണം. മുൻപൊക്കെ സിംഗിൾ എസ്സേ എഴുതുന്ന ഒരു രീതിയായി, ഒരു വലിയ എസ്സേ എഴുതാം. പക്ഷെ ഇപ്പോഴത്തെ പുതിയ പാറ്റേൺ എന്ന് പറയുന്നത് സിവിൽ സർവീസസിനാണ് എങ്കിൽ 2 ഓപ്ഷൻ ഉണ്ടാവും. ആദ്യം 4 ചോദ്യം തരും, സെക്ഷൻ എ, സെക്ഷൻ ബിയും 4 ചോദ്യം തരും. അതിൽ നിന്ന് നിങ്ങൾ ഒരെണ്ണം ചൂസ് ചെയ്യണം. കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് പരീക്ഷയിലേക്ക് വരുമ്പോൾ എങ്ങനെയാണ്? നമുക്കറിയാം മെയിൻ പരീക്ഷയ്ക്ക് 3 പേപ്പറുകളാണ്. പേപ്പർ 1, പേപ്പർ 2, പേപ്പർ 3. ഇവിടെയെല്ലാം നമുക്കുള്ള ഒരു പോസിബിലിറ്റി എന്താണ്? ഇവിടെയൊക്കെ നമുക്കുള്ള ഒരു പോസിബിലിറ്റി അവിടെ കൃത്യമായിട്ടും നമുക്ക് ഷോർട്ട് എസ്സേസ് എഴുതാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട് കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിലേക്ക് വരും. അപ്പോൾ 2 പരീക്ഷകളെ സംബന്ധിച്ചും, 2ഉം പ്രധാനപ്പെട്ട പരീക്ഷകളാണ്, 2 പരീക്ഷകളെ സംബന്ധിച്ചും എസ്സേ പ്രാധാന്യം അർഹിക്കുന്നതാണ്. സോ ഫോർ സിവിൽ സർവീസസ് യു ഹാവ് ടു റൈറ്റ് അറ്റ്ലീസ്റ്റ് 1000 വേർഡ്സ്. ദാറ്റ് മീൻസ് അറൌണ്ട് 10 പേജസ്. UPSCയുടെ പേപ്പർ ഞാൻ നിങ്ങളെ ഒക്കെ കാണിച്ചു തരാം, നമ്മളുടെ ഈ സെഷന്റെ അവസാനം കാണിച്ചു തരാം. അതിലൊരു 100 വേർഡ്സ് എന്ന് പറയുന്ന ഒരു പേജാണ് വരിക. അപ്പൊ 1000 വേർഡ്സ് എന്ന് പറയുമ്പോൾ it is around 10 pages. So 10 to 12 pages. So 2 essays put together around 24 or 20 pages. That's it. പേജിന്റെ വലിപ്പത്തിലൊന്നും അല്ല മാർക്ക് കിട്ടുന്നത്, നമ്മളുടെ കണ്ടന്റിന്റെ ക്വാളിറ്റിയിലാണ്. എല്ലാ ഹൈ എൻഡ് എക്സാംസിന്റെയും ബോഡിയിലുള്ളത് ഹയർ എൻഡ് സിവിൽ സർവൻസ് ഒക്കെ ആയിരിക്കും ആ എക്സാം പ്രിപ്പയർ ചെയ്യുന്ന ബോഡിയിലുള്ളത്. വെദർ ഇറ്റ് ഈസ് സിവിൽ സർവീസസ്, whether it is Kerala Administrative Services or Tamil Nadu State Services or Andhra State Services, Telangana State Services, whatever it is, അവര് നോക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോൺ ആസ് ക്ലാരിറ്റി ഓഫ് തോട്ട്. ഐ വിൽ എക്സ്പ്ലെയിൻ ദാറ്റ് ഇൻ ഡീറ്റെയിൽ. ക്ലാരിറ്റി ഓഫ് തോട്ട് അല്ലെങ്കിൽ നമ്മളുടെ ചിന്തകളുടെ കൃത്യതയാണ് എസ്സേ പേപ്പറിൽ പലപ്പോഴും ടെസ്റ്റ് ചെയ്യപ്പെടുന്നത്. നമ്മളുടെ എസ്സേയിൽ നിന്ന് നമ്മളുടെ വ്യക്തിത്വം, നമ്മുടെ പേഴ്സണാലിറ്റി തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ട്. ഹൗ ദാറ്റ് ഐ വിൽ ടെൽ യു. പിന്നെ നമ്മളൊക്കെ വിചാരിക്കുന്നത് നമുക്ക് കുറെയൊക്കെ എഴുതാനുള്ള കഴിവുണ്ട് എന്നാണ്. പലപ്പോഴും ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുള്ളതാണ്, പേഴ്സണാലിറ്റി ടെസ്റ്റിലൊക്കെ UPSC കണ്ടുപിടിക്കുന്നത്. നമ്മൾ പ്രധാനമായിട്ടും 3 തരത്തിലാണ്. ഒന്ന്, ഞാൻ ആരാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. 2, ഞാൻ ആരാണെന്ന് മറ്റുള്ളവർ വിചാരിക്കുന്നില്ല. 3, യഥാർത്ഥ ഞാൻ. അപ്പൊ ഞാൻ ആരാണ് എന്ന് എനിക്കൊരു ധാരണയുണ്ട്. എന്റെ എസ്സേക്ക് അടിപൊളിയാണെന്നായിരിക്കും ഞാൻ വിചാരിക്കും, എന്റെ രീതി ശരിയാണെന്നായിരിക്കും ഞാൻ വിചാരിക്കും. പക്ഷെ എന്റെ വ്യൂസ് ചിലപ്പോൾ മറ്റുള്ളവർക്ക് ഉൾക്കൊള്ളണമെന്നില്ല. നിങ്ങൾ ഈ ഫേസ്ബുക്കിലൊക്കെ ആൾക്കാർ തെറി പറയുന്നത് കേട്ടിട്ട് നിർദോഷം എന്ന് പറയുന്ന കമന്റ് ചിലർ ഇട്ട് കഴിഞ്ഞാൽ 1000കണക്കിന് ക്രിട്ടിക്കൽ ആയിട്ടുള്ള കമന്റ്സ് അതിന്റെ താഴോട്ട് വരും. എന്താ കാര്യം? ആ കമന്റ് ഇട്ടയാളെ സംബന്ധിച്ച് അയാൾ ചിന്തിക്കുന്നത് അയ്യോ ഇതൊന്നും പ്രശ്നമുള്ള കാര്യമല്ലല്ലോ, ജനറൽ ആയിട്ടുള്ള കാര്യമല്ലേ. പക്ഷെ അത് ചിലരുടെ ഫീലിങ്സിനെ ഹർട്ട് ചെയ്യും.
അപ്പൊ എസ് ഐയിലേക്ക് പോകുമ്പോൾ നമ്മൾ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഒരു ന്യൂട്രാലിറ്റി നമ്മൾ കീപ്പ് ചെയ്യുക എന്നുള്ളത് വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യമാണ്. ആ ന്യൂട്രാലിറ്റി നമ്മൾ കീപ്പ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് സിവിൽ സർവീസസ് അല്ലെങ്കിൽ കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസസ് SIസിലൊക്കെ തന്നെ കൂടുതൽ മാർക്ക് നേടുവാൻ സാധിക്കുകയുള്ളൂ. സോ UPSCയുടെ ഒരു എക്സ്പെക്ടേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഒരു ആ സബ്ജക്റ്റിലുള്ള ഒരു നോളജ് പ്രധാനമായിട്ടും ചർച്ച ചെയ്യും. ദെൻ കൺസ്ട്രക്റ്റീവ് തിങ്കിങ്ങിലുള്ള ഒരു കപ്പാസിറ്റി. വാട്ട് യു മീൻ ബൈ കൺസ്ട്രക്റ്റീവ് തിങ്കിങ്? കൺസ്ട്രക്റ്റീവ് തിങ്കിങ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു കാര്യത്തിന്റെ നെഗറ്റീവ് സൈഡ് നിങ്ങൾ പറഞ്ഞു പോവുക, എല്ലാത്തിനെയും ക്രിട്ടിസൈസ് ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്. നമ്മൾ പലപ്പോഴും ആ പൊസിഷനിൽ വന്നു കഴിയുമ്പോഴേ നമുക്ക് അതിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാവുള്ളൂ. ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ആളുകൾ കമന്റ് പറയും, എന്നാൽ ആ സിറ്റുവേഷനിൽ നിൽക്കുമ്പോഴാണ് ഹൗ ഡിഫിക്കൾട്ട് ഇറ്റ് ഈസ് ഓർ ഇറ്റ് വാസ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നത്. സോ ഇൻ ദാറ്റ് സിനാരിയോ കാര്യങ്ങളെ കൺസ്ട്രക്റ്റീവായിട്ട് വിലയിരുത്തുവാൻ, വിമർശനാത്മകമായിട്ട് വിലയിരുത്തുവാൻ, പോസിറ്റീവായിട്ടുള്ളൊരു വിലയിരുത്തലുകളിലൂടെ മുൻപോട്ടേക്ക് കൊണ്ടുപോകുവാനും നമ്മുടെ ആശയങ്ങൾ ലോജിക്കലായിട്ട് പ്രസന്റ് ചെയ്യാനും. വാട്ട് യു മീൻ ബൈ ലോജിക്കൽ പ്രസന്റേഷൻ? ഒരു നല്ല അഡ്വക്കേറ്റ് വാദിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ട്. ഒരു നല്ല അഡ്വക്കേറ്റ് വാദിക്കുമ്പോൾ എന്താ സംഭവിക്കും? ഒരു നല്ല അഡ്വക്കേറ്റ് വാദിക്കുമ്പോൾ അയാൾ പോയിന്റ് ടു പോയിന്റ് കാര്യങ്ങൾ അവതരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതിന് തമ്മിൽ ഒരു ലോജിക്കൽ കണക്ഷൻ ഉണ്ടാവും, സീക്വൻസ് തമ്മിൽ. ചില കുറ്റാന്വേഷണ സിനിമകൾ കണ്ടിട്ടില്ലേ, ക്രൈം മൂവീസ് കണ്ടിട്ടില്ലേ, സീക്വൻസ് അല്ലെങ്കിൽ സീൻസ് തമ്മിൽ ഒരു കണക്ട് ഉണ്ടാവും. ആ കണക്ട് നമ്മളുടെ SIസിലും വരിക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ കണക്ട് കൊണ്ടുവരുന്ന SIs ലോജിക്കൽ കണക്ഷൻസ് കൊണ്ടുവരികയും കാര്യങ്ങൾ പ്രിസൈസ്ലി അവതരിപ്പിക്കുകയും ചെയ്യുന്നു. കൺസൈസ്ലി അല്ലെ പ്രിസൈസ്ലി. എന്താണ് ഈ കൺസൈസ്ലി നമ്മളുടെ ഐഡിയാസ് അവതരിപ്പിക്കുക എന്ന് വെച്ചാൽ, നീട്ടിപ്പരത്തി പറയാൻ ആർക്കും പറ്റും. ഏറ്റവും എളുപ്പമാണ് നീട്ടിപ്പരത്തി പറയാൻ. ഏറ്റവും ലളിതമായിട്ട് പറയാൻ, കുറച്ചു വാക്കി പറയാൻ ബുദ്ധിമുട്ടാണ്. യെസ്. ഞാൻ മനോരമയിൽ ഇപ്പൊ ഒരു കോളം ചെയ്യുന്നുണ്ട്, മനോരമ സമ്പാദ്യം. അപ്പൊ ഞാൻ എഡിറ്ററോട് പറഞ്ഞു, എനിക്ക് ഈ പേജ് പോരാ, എനിക്ക് 2 പേജെങ്കിലും വേണം. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ബുദ്ധിമുട്ടാണ്, ഒരു പേജ് തന്നെ നമ്മൾ ഉണ്ടാക്കുന്നത് വലിയ പ്രയാസപ്പെട്ടാണ്, 1 പേജിൽ കൂടുതൽ തരാൻ പറ്റത്തില്ല. സ്വാഭാവികമായിട്ട് ഒറ്റ പേജ് കോളത്തിന് തരുമ്പോ ആ 1 പേജിൽ എഴുതുക എന്നുള്ളത് എന്നെ സംബന്ധിച്ച് ബുദ്ധിമുട്ടാണ്. കാര്യം 2 പേജാണ് എനിക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ നന്നായിട്ട് അവതരിപ്പിക്കാൻ പറ്റും. അപ്പൊ എന്തിനാണ് UPSC അല്ലെ കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിൽ PSC ഇങ്ങനെ ഒരു സംഗതി വെച്ചിരിക്കുന്നത്? PSC വെച്ചിരിക്കുന്നത് ചിലപ്പോൾ 10 മാർക്ക് അല്ലെ 15 മാർക്ക് 1.5 പേജിൽ എഴുതണം. ഈ 1.5 പേജിൽ എഴുതുക എന്ന് പറയുമ്പോൾ നമ്മുടെ ആശയങ്ങൾ അതിൽ കൂടുതലായിരിക്കും. ഞാൻ സിവിൽ സർവീസ് പരീക്ഷ എഴുതുന്ന കാലഘട്ടത്തിൽ മെയിൻ പരീക്ഷയ്ക്ക് GSന് വന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു, സദേൺ സ്റ്റേറ്റ്സ് തമ്മിലുള്ള ഈ ഒരു വാട്ടർ റൈവൽറി, നദികൾ തമ്മിലുള്ള ഡിസ്പ്യൂട്ട്സ് അല്ലെ, കാവേരി, കൃഷ്ണ, ഗോദാവരി, ഇതിലെയൊക്കെ റിവർ വാട്ടർ ഷെയറിംഗ് സംബന്ധിച്ച് ഡിസ്പ്യൂട്ട് ഗോയിങ് ഓൺ. അപ്പൊ ഞാൻ വലിയ കാര്യത്തിൽ നമ്മുടെ മുല്ലപ്പെരിയാറൊക്കെ എഴുതി വന്നപ്പോഴേക്കും തന്നെ പേപ്പർ തീർന്നു, സ്പേസ് തീർന്നു. കാര്യം എന്താണ്? UPSC പേപ്പറിലാണ് ഒരു പ്രശ്നമുണ്ട്. ഞാൻ പേപ്പർ നിങ്ങളെ കാണിക്കാം. ഒരു ചോദ്യം കഴിഞ്ഞ് അടുത്ത ചോദ്യത്തിന്റെ പ്രിന്റ് ചെയ്ത് ഇരിക്കുകയാണ്, മനസ്സിലാവുന്നുണ്ട്? ആ സ്പേസ് പിന്നെ എടുക്കാനില്ല. നമ്മൾ അവിടെ എഴുതി തീർന്നാലും ഇല്ലെങ്കിലും അവിടെ സ്റ്റോപ്പ് ചെയ്യാം. സമാനമായ രീതി ഒരു പക്ഷേ കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് പരീക്ഷയ്ക്കും വരാം, എനിക്കറിയില്ല. UPSCയുടെ ഒരു രീതിയിലാണ് കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് പരീക്ഷയുടെ മെയിൻ അവർ പ്ലാൻ ചെയ്യുന്നത്. അങ്ങനെയാണ് എങ്കിൽ പ്രിന്റഡ് ആൻസർ ഷീറ്റ്സ് ആയിരിക്കും, ബുക്ക്ലെറ്റ്സ് ആയിരിക്കും നമുക്ക് തരിക. ആ രീതിയിൽ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവിടെയും ലിമിറ്റഡ് സ്പേസിൽ എഴുതി പഠിക്കുക എന്നുള്ളത് വലിയൊരു വിഷമകരമായ സംഗതിയാണ്. കാരണം നമുക്കിനി മെയിൻ പരീക്ഷയിലേക്ക് ഈ കോവിഡ് ഇഷ്യൂസ് ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാലും ചിലപ്പോൾ ഒരു 5-6 മാസമായിരിക്കും കിട്ടുക. അപ്പൊ ഈ 6 മാസത്തിനുള്ളിൽ മെയിനിലേക്കുള്ള കാര്യങ്ങൾ ഇപ്പോൾ തന്നെ എഴുതണം. പ്രത്യേകിച്ച് ഈ ലോക്ക്ഡൌൺ പീരീഡിലൊക്കെ നമുക്ക് സമയം കിട്ടുമ്പോൾ കൃത്യമായിട്ടും എഴുതി പഠിക്കുക എന്നുള്ളത് വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യമാണ്. നമ്മൾ അതിന് കൃത്യമായ ഒരു ഫോക്കസ് തന്നെ കൊടുക്കണം. സോ ഈ കാര്യങ്ങളെല്ലാം നമ്മൾ SI പേപ്പറിൽ ശ്രദ്ധിക്കണം. അപ്പോൾ ഒരു മെയിൻ പരീക്ഷയിലേക്ക് നമ്മൾ പോകുമ്പോൾ അതിൽ ആദ്യം നമ്മൾ എന്താണ് ചെയ്യുന്നത്? നമ്മൾ SI എഴുതുമ്പോൾ ആദ്യം ചെയ്യേണ്ട കാര്യം ഒരു ബ്ലൂ പ്രിന്റ് തയ്യാറാക്കുക എന്നുള്ളതാണ്. ഞാൻ ഈ SI എഴുതുന്നതുമായി ബന്ധപ്പെട്ട് എൻ്റെ ഒരു സുഹൃത്തായിട്ടുള്ള അദ്ദേഹം ഇന്നൊരു
ഇന്ത്യൻ റവന്യൂ സർവീസ് ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹത്തോട് ഞാൻ അഭിപ്രായം ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ആദ്യം കാണുമ്പോൾ അഭിപ്രായം ചോദിക്കുകയാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ആദ്യത്തെ 15 മിനിറ്റ് ഒന്നും എഴുതരുത്. അപ്പൊ ഞാൻ ചോദിച്ചു, അന്ത ഒന്നും എഴുതാതിരുന്ന എങ്ങനെ ശരിയാവുന്നു? നമ്മുടെ സമയം വെറുതെ പോവുമല്ലേ, എസ്സേ എഴുതാനുള്ള സമയം കൂടെ അല്ലേ കളയുന്നു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ആദ്യത്തെ 15 മിനിറ്റ് താങ്കൾ ചെയ്യേണ്ടത് ഒരു ഫ്രെയിം വർക്ക് ഉണ്ടാക്കുക, ഒരു ബ്ലൂ പ്രിന്റ് ഉണ്ടാക്കുക. നമ്മളിപ്പോ ഒരു വീട് പണിയുന്നതിന് മുമ്പ് എന്ത് ചെയ്യും? വീട് പണിയുന്നതിന് മുമ്പ് പ്ലാൻ ഉണ്ടാകും. ആ ലാൻഡിൽ ഇത് ഓക്കെ ആണോ, അത് ഉൾക്കൊള്ളാൻ പറ്റുമോ? ചിലപ്പോൾ നമ്മൾ ആ വീടിന്റെ പ്ലാൻ പലവട്ടം പൊളിക്കും നമുക്ക് ചേരുന്ന രീതിയിൽ. അപ്പൊ ഈ സ്ട്രക്ചർ അല്ലെങ്കിൽ ഒരു മൈൻഡ് മാപ്പിംഗ് എന്നൊക്കെ നമ്മൾ പറയുന്ന ആ സംഗതി, അത് വരുമ്പോഴുള്ള ഒരു പ്രത്യേകത എന്താണ്? ആ സ്ട്രക്ചർ വരുമ്പോഴുള്ള ഏറ്റവും വലിയൊരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം, പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മളെ സംബന്ധിച്ചുള്ള ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഒരു പോയിന്റിൽ നിന്ന്, ഞാൻ ആദ്യമേ പറഞ്ഞ ലോജിക്കൽ സീക്വൻസ്, ഒരു പോയിന്റിൽ നിന്ന് അടുത്ത പോയിന്റിലേക്ക് കൃത്യമായിട്ട് നമുക്ക് പോകാൻ പറ്റും. ഒരു കണക്ഷൻ ഉണ്ടാവും. ഒരു നൂലിൽ മുത്തുകൾ കോർത്തിരിക്കുന്നത് പോലെ വേണം നല്ലൊരു എസ്സേ എന്നാണ് പറയുന്നത്. സോ ദാറ്റ് കണക്ഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. യു ഹാവ് ടു മേക്ക് ദാറ്റ് കണക്ഷൻസ്. ദെൻ സെക്കൻഡ് തിങ്, always use single language. It is easy to use tough language. കഠിനമായ പദങ്ങൾ ഉപയോഗിച്ച് എസ്സേ എഴുതുക വളരെ എളുപ്പമാണ്. കഠിനമായ പദങ്ങൾ ഉപയോഗിക്കുന്ന ഇന്നത്തെ കാലത്ത് കമ്മ്യൂണിക്കേഷൻ അഗെയിൻസ്റ്റ് ആണ്. ബിക്കോസ് കമ്മ്യൂണിക്കേഷൻ റൂൾസ് ആർ ചേഞ്ചിങ് ടൈം ബൈ ടൈം. ഓരോ കാലഘട്ടത്തിനനുസരിച്ച് കമ്മ്യൂണിക്കേഷന്റെ റൂള് മാറുക. ഇപ്പൊ നമ്മുടെ ഒക്കെ ഒരു പക്ഷേ ചെറുപ്പ കാലഘട്ടത്തിൽ ഭയങ്കര ടഫ് ഇംഗ്ലീഷ് പറയുന്ന ആളാണ് ഏറ്റവും നല്ല കമ്മ്യൂണിക്കേറ്റർ എന്ന് വിശ്വസിച്ചു. പക്ഷെ മോഡേൺ കോൺസെപ്റ്റ്, ഇഫ് യു ആർ യൂസിങ് സച്ച് ലാംഗ്വേജ്, ദാറ്റ് ഈസ് നോട്ട് ആക്സെപ്റ്റബിൾ. അതല്ല ആക്സെപ്റ്റബിൾ. അരുന്ധതി റോയിയെ പോലെയുള്ള വിഖ്യാതരായ എഴുത്തുകാരുടെ ലാംഗ്വേജ് നമ്മൾ നോക്കിയാൽ വെരി സിമ്പിൾ. അപ്പൊ സിമ്പിൾ ലാംഗ്വേജ് ആണ് നമുക്ക് വേണ്ടത്. ഭയങ്കര ടഫായിട്ട് പേപ്പർ വാല്യൂ ആയിട്ടൊക്കെ മനസ്സിലാവില്ല. എനിക്ക് ഇംഗ്ലീഷിൽ വലിയ സ്റ്റാൻഡേർഡ് ഉണ്ട് എന്ന് അവർ വിചാരിക്കും, അല്ല എനിക്ക് മലയാളത്തിൽ വലിയ സ്റ്റാൻഡേർഡ് ഉണ്ടെന്ന് അവർ വിചാരിക്കും. നെവർ തിങ്ക് ലൈക്ക് ദാറ്റ്. സോ ആന്റൺ ചെക്കോവ് once said, brevity is the sister of talent. ഏറ്റവും ലളിതമായ കാര്യങ്ങൾ അവതരിപ്പിക്കാൻ പറ്റുക, ചുരുക്കി കാര്യങ്ങൾ അവതരിപ്പിക്കാൻ പറ്റുക, ഇത് മികവിന്റെ ഒരു ലക്ഷണമാണ്. ഒരുപക്ഷെ നാളുകളിൽ ഇന്ത്യൻ സിവിൽ സർവീസിൽ, ഇന്ത്യൻ കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിലൊക്കെ ഉന്നതമായ പദവികളിൽ എത്തേണ്ട വ്യക്തിയാണ്. സോ നിങ്ങളുടെ പേഴ്സണാലിറ്റി ആണ് ഇവിടെ ടെസ്റ്റ് ചെയ്യപ്പെടുന്നത്. Then never use, I told you earlier also, ornamental language. അത് ചിലപ്പോൾ നമ്മളെ ബാക്ക് ഫയർ ചെയ്യും. ആളുകൾക്ക് ഇഷ്ടമില്ല അങ്ങനെയുള്ള ആള്. ഞാൻ ഒരു ട്രെയിനറായിട്ട് ഒരുപാട് വർഷം ജോലി ചെയ്ത ഒരാളാണ്. ഹ്യൂമൻ റിസോഴ്സ് ട്രെയിനിങ് ഡിപ്പാർട്ട്മെന്റ് ഹെഡ് ചെയ്താണ് പല കോർപ്പറേറ്റ് സ്ഥാപനങ്ങളും. അപ്പൊ ഒരിക്കൽ ഞാനൊരു ട്രെയിനറെ എന്റെ ടീമിൽ ഇന്റർവ്യൂവിന് എടുക്കണം. അയാൾ UK പോയിട്ട് വന്നയാളാണ്. അയാളുടെ ആക്സെന്റ് നല്ല UK ആക്സെന്റിലാണ് അയാള് ഇന്ത്യയെ വന്നിട്ട് കേരളത്തിൽ സംസാരിക്കുന്നത്. അപ്പൊ ഞാൻ എന്റെ റിപ്പോർട്ടിംഗ് മാനേജറുടെ അടുത്ത്, ഇദ്ദേഹത്തെ എനിക്ക് ഇഷ്ടപ്പെട്ടു, ഞാൻ ഇന്റർവ്യൂവിന് വേണ്ടി അദ്ദേഹത്തിന്റെ അടുത്ത് വിട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, നമുക്ക് അതൊരു ഒരു എന്താണ് ഒരു കൃത്രിമ ഭാഷയാണ് എന്ന ഫീലാണ് ആ ട്രെയിനിങ്ങിൽ പങ്കെടുക്കുന്ന ആളുകൾക്ക് ഉണ്ടാവുന്നത്. ഇതിലൊരു നാച്ചുറൽ ഫീലിംഗ് ഇല്ല. അപ്പൊ ആളുകൾ എപ്പോഴും ഇഷ്ടപ്പെടുന്ന നാച്ചുറൽ ആയിട്ട് പ്രതികരിക്കുന്ന ആളുകളെയാണ്, അല്ലെ നാച്ചുറൽ ആയിട്ട് കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ആളുകളെ. അപ്പൊ നമ്മുടെ ആൻസേഴ്സും ആ ഒരു കൃത്രിമത്വം അല്ലെങ്കിൽ ആ ഒരു ഓർണമെന്റൽ ലാംഗ്വേജ്, യു ഷുഡ് അവോയ്ഡ് ദാറ്റ്. ദെൻ ആ ഇൻട്രഡക്ഷൻ, ഇറ്റ് ഈസ് വെരി പവർഫുൾ. ആ ഇൻട്രഡക്ഷനും കൺക്ലൂഷനും നമ്മുടെ എസ്സേയിലേക്ക് നയിക്കുകയാണ്. എനിക്ക് അറിയാവുന്ന വളരെ പ്രശസ്തനായിട്ടുള്ള ഒരു ഹിസ്റ്റോറിയനാണ് MGS നാരായൺ. അദ്ദേഹം എൻ്റെ 2 സിവിൽ സർവീസ് പുസ്തകങ്ങൾ പ്രകാശിപ്പിച്ചിട്ടുണ്ട്. ഞാൻ എഴുതിയ സിവിൽ സർവീസ് മലയാളം ഓപ്ഷണൽ എന്ന പുസ്തകം അദ്ദേഹം MB വീരേന്ദ്രകുമാർ, മുൻ കേന്ദ്രമന്ത്രിയും എഴുത്തുകാരനും കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ജേതാവും ഒക്കെയാണ്, MB വീരേന്ദ്രകുമാർ സാറിന് നൽകിക്കൊണ്ടാണ് പ്രകാശിപ്പിച്ചത്. അപ്പൊ ആ ചടങ്ങ് കോഴിക്കോട് വെച്ചാണ് നടന്നത്. കോഴിക്കോട് മാതൃഭൂമിയുടെ തന്നെ KP കേശവമേനോൻ ഹാളിൽ വെച്ചാണ്. അപ്പോൾ ആ ചടങ്ങിൽ പങ്കെടുത്തപ്പോൾ സിവിൽ സർവീസിനെ കുറിച്ച്, സിവിൽ സർവീസ് ഇന്റർവ്യൂ ബോർഡിലൊക്കെ ഉണ്ടായിരുന്ന ആളാണ്. ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യം, മലയാളി കുട്ടികൾ പലപ്പോഴും എസ്സേ എഴുതുമ്പോൾ അവര് ചോദ്യത്തിനല്ല ഉത്തരം എഴുതുന്നത്, അവര് വേറെന്തൊക്കെയോ കാര്യങ്ങളാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ
ചോദ്യത്തിന് ഉത്തരം എഴുതുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യം. ഇത് നിങ്ങൾ ലഘുവായിട്ട് കരുതരുത്. വെറുതെ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്. എന്താണ് ഈ ചോദ്യത്തിന് ഉത്തരം എഴുതുക എന്ന് ചോദിച്ചാൽ, ചോദ്യത്തിൽ ചോദിക്കുന്നത് ചില വേർഡ്സിലൂടെയാണ് UPSC അല്ലെ KS അത് കൊണ്ടുവരുന്നത്. ഇപ്പൊ ഡിഫറൻഷിയേറ്റ് എന്നുള്ള ഒരു പദം ചിലപ്പോൾ ചോദ്യത്തിൽ കാണും, അനലൈസ് എന്നുള്ള ഒരു പദം ചോദ്യത്തിൽ കാണും, ക്രിട്ടിക്കലി ഇവാലുവേറ്റ് എന്നുള്ള ഒരു പദം ചോദ്യത്തിൽ കാണും. These three words are different. And analysis is different, critically evaluating is different, or your views. What is your views on this? ഇതെല്ലാം ഡിഫറെന്റ് ആണ്. അപ്പൊ ആ ചോദ്യം എന്താണ് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി ഉത്തരം എഴുതാൻ സാധിച്ചാൽ that would be great. അപ്പൊ ആ ഇൻട്രഡക്ഷൻ ഒക്കെ കൊണ്ടുവരുമ്പോൾ അതൊരു ക്യൂരിയോസിറ്റി ജനിപ്പിക്കുന്ന ഇൻട്രഡക്ഷൻ ആയിരിക്കണം. നല്ല റൈറ്റേഴ്സിന്റെ പ്രത്യേകത, ചില സിനിമകൾ നമ്മൾ കണ്ടാൽ, ഇപ്പൊ ഈ നെറ്റ്ഫ്ലിക്സിലൊക്കെ സീരിയൽസ് ഒക്കെ കണ്ടാൽ ആളുകൾ അതിന് അഡിക്റ്റ് ആവും അല്ലെ. ഇപ്പൊ പോപ്പുലർ ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന മണി ഹേസ്റ്റ് എന്നൊക്കെ പറഞ്ഞ സീരിയൽസ് ഉണ്ട്. 1-2 എപ്പിസോഡ് കണ്ടാൽ, ഈ വെബ് സീരീസ് കണ്ടാൽ അടുത്ത് കാണാൻ തോന്നും. നല്ല പുസ്തകങ്ങൾ വായിക്കുമ്പോൾ അങ്ങനെയാണ്. നല്ല പുസ്തകങ്ങൾ നമ്മൾ വായിച്ചാൽ ഒറ്റയടിക്ക് വായിച്ച് തീർക്കും. നല്ല നോവലുകളാണ്. കാര്യം ഇങ്ങനെ ക്യൂരിയോസിറ്റി തീരുന്നില്ല. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ദാറ്റ് ഈസ് എ സൈക്കോളജിക്കൽ തിങ്. അത് വളരെ സൈക്കോളജിക്കൽ ആയിട്ടുള്ള കാര്യമാണ്. മൈൻഡ് നീഡ്സ് കംപ്ലീഷൻ. അത് ഹ്യൂമൻ മൈൻഡിന്റെ ഒരു പ്രത്യേകത. മനസ്സിന് എപ്പോഴും അടുത്ത കാര്യങ്ങൾ അറിയാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട്. കംപ്ലീഷനിലേക്ക് നോക്കും. അതാണ് ഈ നിങ്ങൾ സീരിയൽസ് ഒക്കെ കണ്ടിട്ടില്ല, ആളുകൾ കൊണ്ടുപോയിട്ട് ചിലപ്പോൾ ഒരു കത്തി എടുത്ത മറ്റേ ആളെ ഇങ്ങനെ കുത്താൻ ഉയർത്തുന്ന രീതിയിൽ കൊണ്ട് സീരിയലുകാർ സ്റ്റോപ്പ് ചെയ്യും. അപ്പൊ നമ്മുടെ ക്യൂരിയോസിറ്റി കൂടെ അടുത്ത വായിക്കാം. നിങ്ങളുടെ ഇൻട്രോയിൽ ഇത്തരത്തിലുള്ള ഒരു ക്യൂരിയോസിറ്റി ജനിപ്പിക്കുന്ന സാധനങ്ങൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ എന്തായി, ഈ പേപ്പർ വാല്യുവേറ്റർക്ക് അടുത്ത പോയിന്റ് വായിക്കാൻ തരും. അല്ലല്ലോ ആകെപ്പാടെ ബോറ്, സ്ഥിരം ക്ലീഷേ, സ്ഥിരം രീതിയിൽ എഴുതി വെച്ചില്ല. വോണ്ട് ബി ഇംപ്രസ്ഡ്. അപ്പൊ ഇംപ്രഷൻ ജനിപ്പിക്കുക എന്നുള്ളത് ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ദെൻ യു നീഡ് വെൽ സ്ട്രക്ചേർഡ് പാരഗ്രാഫ്സ്. പലരും ചിലർ എഴുതുന്ന കാണാറുണ്ട്. ഒന്നാമത് ഈ പേപ്പർ വളരെ ചെറുതാണ്. ഈ UPSC പോലുള്ള ഹൈ എൻഡ് എക്സാംസിനെല്ലാം പേപ്പർ വളരെ ചെറുതാണ്. ചില ആളുകൾ എന്ത് ചെയ്യും, അവരെഴുതുന്നത് ഒരൊറ്റ പാരഗ്രാഫ് തിരിക്കത്തില്ല. എന്ന് വെച്ചാൽ സ്കൂൾ തൊട്ട് തുടങ്ങിയ ശീലം അങ്ങനെയാണ്. സ്കൂൾ തൊട്ട് ഒരൊറ്റ പേജ് മുഴുവൻ എഴുതി നിറയ്ക്കുന്ന ഒരു രീതിയാണ്. അത് മാറണം. യു നീഡ് വെൽ ഓർഗനൈസ്ഡ്, വെൽ സ്ട്രക്ചേർഡ് പാരഗ്രാഫ്സ്. ദാറ്റ് ഈസ് റിക്വയർഡ് ടു സ്കോർ ഗുഡ് മാർക്സ്. ദെൻ എന്താണ് നമ്മുടെ ടോൺ, ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് അല്ലെ. നമ്മൾ പ്രത്യേകിച്ചും ഈ സോഷ്യൽ മീഡിയയിലൊക്കെ പലപ്പോഴും ആളുകൾ ക്രിറ്റിസിസം ഏറ്റുവാങ്ങേണ്ടി വരുന്നതിനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം അവരുടെ ടോണാണ്. ചാണക്യ, ദ വേൾഡ് ഫേമസ് ഇന്ത്യൻ ഫിലോസഫർ ചാണക്യ, അദ്ദേഹം ഒരിക്കൽ പറയുകയുണ്ടായി. അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം എന്ന് പറയുന്നത്, ചാണക്യ പറഞ്ഞ ഒരു കാര്യം, അദ്ദേഹം പറഞ്ഞു, അപ്രിയ സത്യങ്ങൾ പ്രിയകരമായ രീതിയിൽ, ഇഫ് യു വാണ്ട് ടു സേ സംതിങ് അഗെയിൻസ്റ്റ് സം വ്യൂസ്, അത് പ്രിയകരമായ രീതിയിൽ പറയാം, ഒരു പോസിറ്റീവായ ഒരു ഉൾക്കാഴ്ചയോടുകൂടി പറയാം. പക്ഷെ നമ്മൾ പലപ്പോഴും എന്താ ചെയ്യുന്നത്, ഭയങ്കര അഗ്രസീവാ, ഒരു പക്ഷെ ഒരു ഒപ്റ്റിമിസ്റ്റിക് ആവൂല. നമ്മുടെ ടോണിൽ നമ്മൾ അഗ്രസീവാ. വ്യൂസ് എപ്പോഴും നെഗറ്റീവേ കൊണ്ടുവരുള്ളൂ. ഇന്റർവ്യൂലൊക്കെ ഈ ബോർഡ് ഇതാണ് പിടിച്ചെടുക്കുന്നത്. ഇന്റർവ്യൂ നിങ്ങളൊരു ഒപ്റ്റിമിസ്റ്റ് ആണ് എന്നുള്ളത് നിങ്ങളുടെ ഫൈനൽ ഇന്റർവ്യൂ. ഇപ്പൊ KS-നാണെങ്കിലും ഓൾമോസ്റ്റ് 20% മാർക്ക് ഇന്റർവ്യൂവിന് വരുന്നുണ്ട്. സിവിൽ സർവീസിനാണെങ്കിലും essay പേപ്പറിനേക്കാൾ മാർക്ക് നമുക്ക് എത്ര വരും, 275 മാർക്സ് ഇന്റർവ്യൂവിന് വരുന്നുണ്ട്. അവിടെയൊക്കെ നമ്മളൊരു പോസിറ്റീവ് പേഴ്സൺ ആണെന്ന് അറിഞ്ഞാൽ തന്നെ ഒരു 30 to 40% മാർക്ക് വീണ് കഴിയും. അത് നമ്മുടെ എസ്സേസിലും വരണം. നമ്മളൊരു എല്ലാത്തിനെയും ഇതെങ്ങനെ മാറ്റാൻ പറ്റുക? ഇതൊരു സുപ്രഭാതത്തിൽ മാറ്റാൻ പറ്റുന്ന മാറ്റമല്ല. നമ്മുടെ അപ്രോച്ചിൽ നമ്മൾ പോസിറ്റീവ് ആവുക, മറ്റുള്ളവരോട് ഇടപെടുമ്പോൾ മറ്റുള്ളവരിലെ നന്മ കാണുക. ഇങ്ങനെയൊക്കെയാണ് ഈ എസ്സേയും ഡെവലപ്പ് ചെയ്യുന്നത്. അല്ലാതെ എസ്സേ റൈറ്റിംഗ് ടാലന്റ് എന്ന് പറയുന്നത് 2 ദിവസം കൊണ്ട് നീന്തൽ പഠിപ്പിക്കാമെന്ന് പറയുന്നത് പോലെ നമുക്ക് പഠിപ്പിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അത് നമ്മൾ ഡെവലപ്പ് ചെയ്യേണ്ട ഒരു സംഗതിയാണ്. ഒരു ഫാക്കൾട്ടി എന്ന രീതിയിൽ അല്ലെ മെന്റർ എന്നുള്ള രീതിയിൽ അതിന്റെ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരാൻ പറ്റും. ദെൻ യു ഹാവ് ടു കം അപ്പ് വിത്ത് ഗുഡ് പോയിന്റ്സ് ആൻഡ് എക്സ്പ്രസ് ന്യൂ വ്യൂ പോയിന്റ്സ്. അതാണ് നമ്മൾ എന്താണ് പറയുക, ഒരു ഹോളിസ്റ്റിക് അപ്രോച്ച്, അല്ലെങ്കിൽ എന്താ പറയുക, ഒരു നോവൽ അപ്രോച്ച് എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ വിശേഷിപ്പിക്കാൻ പറ്റും. പുതിയ വ്യൂസ് കൊണ്ടുവരും ഒരു കാര്യത്തിൽ തന്നെ. ഇപ്പൊ കൊറോണ കാലം, സോഷ്യൽ മീഡിയ എടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ പത്രങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ
എല്ലാം നെഗറ്റീവ് ന്യൂസ് ആണ്. എക്കോണമി തകരും, അത് പറ്റും, ഇത് പറ്റും. പക്ഷെ എന്തെല്ലാം പോസിറ്റീവ് കാര്യങ്ങളുണ്ട്. എത്രയോ മനുഷ്യർക്ക് വിശ്രമിക്കാനുള്ള ഒരു അവസരമാണ് ഇത്. ഇപ്പൊ ഓസോൺ പാളിയിലെ ആ ഒരു ഹോൾ അല്ലെ, അത് മായാൻ ഇടയായി. പ്രകൃതി അതിന്റെ ബാലൻസിലേക്ക് വന്നു. നമുക്ക് വീട്ടിൽ ഇരുന്ന് പഠിക്കാനുള്ള ഒരു അവസരം, ബുക്സ് വായിക്കാനുള്ള ഒരു സമയം, ഇങ്ങനെ ഒരുപാട് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. അപ്പൊ ഈ ഒരു വ്യൂ പതിയെ പതിയെ നമ്മളും കൊണ്ടുവരിക എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ്. അപ്പൊ എങ്ങനെ നമ്മളൊരു നല്ല റൈറ്റർ ആവും? നല്ല റൈറ്റർ ആവാനുള്ള ഏറ്റവും നല്ല മാർഗം, യു ഹാവ് ടു റീഡ് എ ലോട്ട് ഓഫ് ബുക്സ് ആൻഡ് ന്യൂസ് പേപ്പേഴ്സ്. എസ്പെഷ്യലി യു ഹാവ് ടു റീഡ് എഡിറ്റോറിയൽസ്. ഈ എഡിറ്റോറിയൽ വായിക്കണം എന്ന് പറയുമ്പോൾ പല പിള്ളേരും ചോദിക്കും, എഡിറ്റോറിയൽ വായിച്ചാൽ എന്താ സർ ഗുണം? ഇതിന്ന് ഒത്തിരി ക്വസ്റ്റ്യൻ ഒക്കെ ഡയറക്റ്റ് വരുമോ? എഡിറ്റോറിയൽസ് വായിക്കുന്നത് കൊണ്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം എന്ന് പറയുന്നത് നിങ്ങൾ ഒരു അനലിറ്റിക്കൽ സ്കില്ല് ഡെവലപ്പ് ചെയ്യും. അതർവൈസ് യു വോണ്ട് ഡെവലപ്പ് ഇറ്റ്. ഇപ്പൊ പല പിള്ളേരും ചെയ്യുന്ന ഒരു കാര്യം, ഈ ആപ്പുകൾ ഇഷ്ടം പോലെ ഉണ്ട്, ഈ പോയിന്റ് ആയിട്ട് കൊടുക്കും, ജനറൽ സ്റ്റഡീസിന്റെ, കറണ്ട് അഫയേഴ്സിന്റെ. അപ്പൊ ഈ ആപ്പ് വായിക്കും. ഞാൻ ഈ കുട്ടികളോടെല്ലാം പറയും, നിങ്ങൾ ഈ ആപ്പ് മാത്രം കൊണ്ട് പോകരുത്. നിങ്ങൾ സിവിൽ സർവീസോ KIS ക്രാക്ക് ചെയ്യൂല. എന്ത് ചെയ്യണം? യു ഹാവ് ടു റീഡ് ന്യൂസ് പേപ്പർ, യു ഹാവ് ടു റീഡ് മാഗസിൻസ്. ഗുഡ് മാഗസിൻസ് ആർ ദർ. ഫ്രണ്ട് ലൈൻ ഉണ്ട്, യോജന ഉണ്ട്, കുരുക്ഷേത്ര ഉണ്ട്. ദർ ആർ ലോട്ട് ഓഫ് മാഗസിൻസ്. മലയാളം മാഗസിൻസും ഉണ്ട്, ഒത്തിരി നല്ല പത്രങ്ങളുണ്ട്, മാഗസിൻസ് ഉണ്ട്. ഫ്യൂച്ചർ കേരള മലയാളത്തിൽ എഴുതുന്നവർക്ക് വായിക്കാം. ഈ യോജനയുടെ മലയാളമുണ്ട്, യു ക്യാൻ റീഡ് ദാറ്റ്. അപ്പൊ ഇതെല്ലാം നമ്മളെ സംബന്ധിച്ച് പോസിറ്റീവ് ആയിട്ടുള്ള സംഗതികളാണ്. അപ്പൊ എന്ത് ചെയ്യണം? നമ്മൾ ഇതൊക്കെ വായിച്ചു തുടങ്ങുക എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ്. പുസ്തകങ്ങൾ വായിക്കാൻ ഒരു ദിവസം ഒരു ആർട്ടിക്കിളോ 2 ആർട്ടിക്കിളോ ഒക്കെ വായിച്ചാൽ മതി. പിന്നെ ജനറൽ ആയിട്ടുള്ള ബുക്സ് വായിക്കണം. ശശി തരൂരിന്റെ പാക്സ് ഇന്ത്യ, അല്ലെ ഡോക്ടർ APJ അബ്ദുൽ കലാമിന്റെ പുസ്തകങ്ങൾ, നന്ദൻ നിലേകാനിയുടെ പുസ്തകങ്ങൾ, ഇങ്ങനെ പ്രശസ്തരായിട്ടുള്ള വ്യക്തികളുടെ പുസ്തകങ്ങൾ കൂടി വായിക്കുന്നത് നമ്മളെ സംബന്ധിച്ച് നമുക്കൊരു പോസിറ്റീവ് ഉൾക്കാഴ്ച പകരുന്നതിന് വളരെയധികം സഹായകരമായിരിക്കും. ഇനി അടുത്തത്, നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ ഇൻട്രഡക്ഷനിലേക്കും കൺക്ലൂഷനിലേക്കും പോകുമ്പോൾ നല്ല ഇൻട്രഡക്ഷനും കൺക്ലൂഷനും നമ്മൾ ഈ മാഗസിൻസ് വായിക്കുമ്പോൾ കിട്ടും. നിങ്ങളൊരു എസ്സേ വായിക്കുമ്പോൾ അത് നിങ്ങൾക്ക് എങ്ങനെ ഉപയോഗിക്കാൻ പറ്റുമെന്നുള്ളതെന്നോ, അതിലൊരു എങ്ങനെയാണ് അവർ കൺക്ലൂഡ് ചെയ്തിരിക്കുന്നത്, എങ്ങനെയാണ് അവർ ഇൻട്രോ തുടങ്ങിയിരിക്കുന്നത് എന്ന് നിങ്ങൾ വായിക്കണം. ഇപ്പൊ ഈ സിമ്പിൾ ഇംഗ്ലീഷിലുള്ള ഒരു പ്രസിദ്ധീകരണമാണ് ദ വീക്ക് എന്ന് പറയുന്ന പ്രസിദ്ധീകരണം, മലയാള മനോരമയുടെ, കേരളത്തിൽ തന്നെയുള്ള പ്രസിദ്ധീകരണം. നമുക്ക് റൈറ്റിംഗ്സ് ഡെവലപ്പ് ചെയ്യാൻ നല്ലതാണ്, കമ്മ്യൂണിക്കേഷൻ ഡെവലപ്പ് ചെയ്യാൻ നല്ലതാണ്. അല്ലെങ്കിൽ നമുക്ക് ട്രഡീഷണൽ ആയിട്ടുള്ള, ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെയുള്ള വിഖ്യാതമായിട്ടുള്ള പുസ്തകങ്ങൾ ഞാൻ ലാസ്റ്റ് സജസ്റ്റ് ചെയ്യുന്നു. അപ്പൊ അതിനെക്കുറിച്ച് ഞാനിപ്പോഴൊന്നും കൂടുതലായിട്ട് അതുകൊണ്ട് തന്നെ പറയുന്നില്ല. അപ്പോൾ ഈ രീതിയിലൊക്കെ നമ്മളുടെ ഒരു അനലിറ്റിക്കൽ സ്കിൽസ് നിരന്തരം ഡെവലപ്പ് ചെയ്യണം. TV ചാനൽസ് കാണണം. മോക്ക് എസ്സേസ് എഴുതിയാൽ മാത്രം പോരാ, അത് എക്സ്പേർട്സിനെ കൊണ്ട് ഇവാലുവേറ്റ് ചെയ്യും. നിങ്ങൾ എസ്സേ എഴുതിയിട്ട് എനിക്ക് അയക്കുകയാണ് എങ്കിൽ തീർച്ചയായിട്ടും ഞാനത് ഇവാലുവേറ്റ് ചെയ്ത് തരാം. നിങ്ങളുടെ അത് ശരിയായ രീതിയിലാണോ എന്നുള്ളത് എനിക്ക് പറഞ്ഞു തരുവാൻ സാധിക്കും. സോ ഇതൊക്കെ ഒരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ്സ് തന്നെയാണ്. ദെൻ എസ്സേ ക്വസ്റ്റ്യനിലേക്ക് ഞാനൊന്ന് കിടക്കുകയാണ്. മുൻപ് വന്ന ചില ക്വസ്റ്റ്യൻസ് ഒരു പക്ഷേ കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിലേക്കും ഈ ജനറൽ സ്റ്റഡീസിൽ കറണ്ട് റിലേറ്റഡ് ടോപ്പിക് ഈ രീതിയിലുള്ള എസ്സേസ് ആയിരിക്കും വരിക. 2016 ഒരു എസ്സേ ക്വസ്റ്റ്യൻ പേപ്പർ 2 സെക്ഷൻ ഞാൻ പറഞ്ഞു, സെക്ഷൻ A, സെക്ഷൻ B. ഇഫ് ഡെവലപ്മെന്റ് ഈസ് നോട്ട് engendered, it is endangered. എന്താണ്? പല പിള്ളേർക്കുള്ള ഏറ്റവും വലിയ പ്രശ്നം, ഈ ക്വസ്റ്റ്യൻ മനസ്സിലാവില്ല. അവരെന്ത് എഴുതി വെക്കും? അവരെ നല്ല അടിച്ച് കലക്ക് സൂപ്പറായിട്ട് എഴുതി വെക്കും. ലാസ്റ്റ് എന്താണ്? ചോദ്യം ചോദിച്ചതൊന്നും ആയിരിക്കൂല എഴുതാൻ, അവരെഴുതുന്നത് വേറെ കാര്യം അല്ലെ. തെക്കോട്ട് പോകാൻ പറഞ്ഞപ്പോ വടക്കോട്ട് പോകുന്ന രീതിയിലാണ് ആളുകൾ എഴുതി വെക്കുന്നത്. അപ്പൊ ചില ഈ ടേംസ് മനസ്സിലായില്ലേ, കാര്യങ്ങൾ മനസ്സിലാവത്തില്ല. ഈ ടേംസ് മനസ്സിലാവണമെങ്കിൽ നിങ്ങൾ മാസികകൾ വായിക്കണം, പത്രങ്ങൾ വായിക്കണം, അതിൽ കിട്ടത്തില്ല. ഇതെല്ലാം ഈ ടേംസ്, ഇതിൽ 2 ടേമാണ് പ്രധാനമായിട്ടുള്ളത്. ഒന്ന് എൻജെൻഡേർഡ് എന്നുള്ളതും എൻഡേഞ്ചേർഡ് എന്നുള്ളതും. എവിടെയോ കേട്ടിട്ടുണ്ട്, എന്തോ ആണ്, അറിയില്ല, അതിനപ്പുറത്തൊന്നും ചിലപ്പോൾ അറിയില്ല. എന്താ കാര്യം? നമ്മൾ പത്രങ്ങളോ മാസികകളോ വായിക്കാത്തതുകൊണ്ട് അറിയില്ല. അപ്പൊ എന്താണ് ചോദ്യത്തിന്റെ മീനിങ്? എന്താണ്? പുരോഗമനം, ഡെവലപ്മെന്റ്, അത് എന്തായിരിക്കണം? ജെൻഡർ ഇക്വാലിറ്റി ഉള്ളതായിരിക്കണം. അല്ലെങ്കിൽ എന്താണ്? എൻഡേഞ്ചേർഡ് എന്ന് വെച്ചാൽ എന്താണ്? എൻഡേഞ്ചേർഡ് എന്ന് വെച്ചാൽ അത് എക്സ്റ്റിന്റ് ആവും. എൻഡേഞ്ചേർഡ് സ്പീഷീസിനെ കണ്ടിട്ടില്ല. എൻഡേഞ്ചേർഡ് സ്പീഷീസ് എന്നൊക്കെ നമ്മള് ചില പക്ഷികളെ കുറിച്ചൊക്കെ പറയും അല്ലെ.
ചില പക്ഷികളെ ഒന്നും കാണത്തില്ല. എൻ്റെ സുഹൃത്ത് കഴിഞ്ഞ ദിവസം ഒരു വിഷുവിന് ഒരു മെസ്സേജ് അയച്ചു. വിഷു പക്ഷിയെ കുറിച്ചായിരുന്നു. പണ്ടൊക്കെ കേരളത്തിലെ എല്ലാ വീട്ടിലും വിഷു പക്ഷി വിഷുവിന് വരും, ഇപ്പൊ അതിനെയൊന്നും കാണാനില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ പുറത്തോട്ട് നോക്കിയപ്പോ ഞാനൊരു കണിക്കൊന്ന നട്ടു വെച്ചിട്ടുണ്ടായിരുന്നു, അത് പൂത്തു. അതിന്റെ ചോട്ടിൽ നിറച്ചും വിഷു പക്ഷികൾ ഇരിക്കുകയാണ്. ചിലപ്പോ ഇപ്പൊ ആ സ്പീഷീസ് ഒക്കെ കുറഞ്ഞു വരുന്നതായിരുന്നു. നമ്മൾ ഇങ്ങനെയൊക്കെയുള്ള ഈ ടേംസ് മനസ്സിലാക്കണം, എന്നാൽ മാത്രമേ നമുക്കത് എഴുതാൻ പറ്റത്തുള്ളൂ. ആ സ്ത്രീകളെ കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ഇൻക്ലൂസീവ് ഡെവലപ്മെന്റിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പറയുന്നത്, അല്ലെ? സ്ത്രീകളുടെ ഡെവലപ്മെന്റ് നമുക്ക് നോക്കണം, പുരുഷന്മാരുടെ ഇതെല്ലാം ഉൾക്കൊള്ളണം. ഇനി അടുത്തൊരു ചോദ്യം നോക്കൂ. നീഡ് ബ്രിങ്സ് ഗ്രീഡ്, ഇഫ് ഗ്രീഡ് ഇൻക്രീസസ് ഇറ്റ് സ്പോയിൽസ് ബ്രീഡ് എന്ന് വെച്ചാൽ എന്താണ്? നമ്മുടെ ഗാന്ധിജിയുടെ ഒരു വളരെ പ്രശസ്തമായ വാചകമുണ്ട്. ഇത് അത്യാവശ്യം ജനറൽ റീഡിംഗ് ഉള്ള എല്ലാവർക്കും കിട്ടുന്നതാണ്. There is everything for your need, not for your greed എന്നാണ് ഗാന്ധിജി പറഞ്ഞിരിക്കുന്നത്. ഈ പ്രപഞ്ചത്തിൽ ഒരു മനുഷ്യന്റെ ആവശ്യത്തിനുള്ളതെല്ലാം ഉണ്ട്, അവന്റെ ആർത്തിക്കുള്ളതില്ല. നമ്മൾ ഇന്ന് നോക്കുവാണെങ്കിൽ ലോകത്തിന്റെ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം ഈ ഒരു ഗ്രീഡ് അല്ലേ. ഇറ്റ് സ്പോയിൽസ് ബ്രീഡ് എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ എന്താ? പുതിയൊരു ജനറേഷനെ തന്നെ വഴിതെറ്റിക്കാൻ ഇത് കാരണമാണ്. അപ്പൊ ഇത് ആ ക്വസ്റ്റ്യൻ മനസ്സിലാക്കുക എന്നുള്ളത് പ്രധാനമാണ്. UPSCയുടെ ക്വസ്റ്റ്യൻസ് മലയാളത്തിൽ വേണം, അതിനുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. ഇൻ കേസ് ഇല്ല എങ്കിൽ ഇറ്റ് വുഡ് ബി ഡിഫിക്കൽട്ട്. പക്ഷെ കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിനെ സംബന്ധിച്ച് ഒരു പ്രധാനപ്പെട്ട ഒരു പോസിറ്റീവ് സൈഡ് എന്ന് പറയുന്നത് അതിന്റെ ക്വസ്റ്റ്യൻസ് മലയാളത്തിൽ കിട്ടാം. നമുക്ക് മലയാളത്തിൽ കിട്ടും. പ്രിലിം കിട്ടത്തില്ല, മെയിൻ മലയാളത്തിൽ കിട്ടുമെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അതിനകത്ത് ഫൈനൽ വേറെ ഒന്നും അതിനെക്കുറിച്ച് പിന്നീട് കണ്ടില്ല. ഒരു പക്ഷെ അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ബുദ്ധിമുട്ട് വരില്ല. Then direct question. What are disputes between states in federal India? General ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. You can directly answer this question. Innovation is the key determinant of economic growth and social welfare. Another question. എക്കണോമിക് ഗ്രോത്തിനും സോഷ്യൽ വെൽഫെയറിനും ഇന്നോവേഷൻ ആവശ്യമാണ്. പുതിയ കണ്ടുപിടുത്തങ്ങളാണോ? If you look at developed nations like Germany, they are good in innovation, research and development. They are good. Then section B. അപ്പൊ ഈ 4 എണ്ണത്തിൽ ഈ ഒരു പോസിറ്റീവ് സൈഡ് എന്ന് പറയുന്നത് ഈ സെക്ഷൻ എയിൽ തന്നെയുള്ള ഈ 4 ചോദ്യത്തിൽ ഒരെണ്ണം എഴുതിയാൽ മതി. ഇതിലെ ഏതെങ്കിലും ഒരെണ്ണം ആർക്കെങ്കിലും എഴുതാൻ പറ്റും. യെസ് ഓർ നോ? ഇറ്റ് ഈസ് പോസിബിൾ, അല്ലേ? ഇപ്പൊ ഞാൻ പറഞ്ഞു, ഇനി ഒന്നും പറ്റിയില്ലെങ്കിൽ ഈ എന്താണ്, രണ്ടാമത്തെ ചോദ്യമോ മൂന്നാമത്തെ ചോദ്യമോ എങ്കിലും എഴുതാൻ പറ്റും, ഏതെങ്കിലും ഒന്നും എഴുതാൻ പറ്റും. Then in section B, cooperative federalism, Indian polity. നമ്മൾ ഇന്ത്യൻ പൊളിറ്റി ആയിട്ട് ബന്ധപ്പെട്ട ഒരു ടോപ്പിക്കാണ്. ഇസ് ഇറ്റ് എ മിത്ത് ഓർ റിയാലിറ്റി എന്നാണ് ചോദ്യം വരുന്നത്. അടുത്ത ചോദ്യം, സൈബർ സ്പേസ് ആൻഡ് ഇന്റർനെറ്റ്, ബ്ലെസ്സിംഗ് ഓർ കേഴ്സ് ടു ഹ്യൂമൻ സിവിലൈസേഷൻ ഇൻ ദ ലോങ് റൺ. നമുക്കറിയാം, ഇന്ന് പലപ്പോഴും ഇതൊക്കെ ജനറൽ ആയിട്ട് നമ്മൾ പലപ്പോഴും ഡിസ്കസ് ചെയ്യുന്ന ഒരു ടേമാണ്. സൈബർ സ്പേസ് ഒരു അനുഗ്രഹമാണോ അതോ ഒരു കേഴ്സാണ്? ഒരു പക്ഷെ നമുക്കിന്ന് ഈ ലോക്ക്ഡൌൺ കാലഘട്ടത്തിൽ ക്ലാസ് എടുക്കാൻ സാധിക്കുന്ന ഈ സൈബർ ടെക്നോളജി ഉള്ളത് കൊണ്ടാണ്, അല്ലെ? ദാറ്റ് ഇസ് പോസിറ്റീവ് സൈൻ. Then near jobless growth in India, an anomaly or an outcome of economic reforms. തൊഴിൽ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്, കൂടുതൽ തൊഴിൽ സാഹചര്യങ്ങൾ ഉണ്ടാവുന്നില്ല. ഇത് എന്താണ്? ഇതൊരു അനിശ്ചിതത്വം സൃഷ്ടിക്കുന്ന കാര്യമാണോ അതോ എക്കണോമിക് റിഫോംസിന്റെ ഭാഗമാണോ? എ ഡിജിറ്റൽ എക്കോണമി, എ ലെവറർ ഓർ എ സോഴ്സ് ഓഫ് എക്കണോമിക് ഇൻഇക്വാലിറ്റി. ഡിജിറ്റൽ എക്കോണമി, ഓൺലൈൻ പ്ലാറ്റ്ഫോം ഇൻഇക്വാലിറ്റി സൃഷ്ടിക്കുമോ എന്നുള്ളതാണ് മറ്റൊരു ചോദ്യം. സോ again, I'm not discussing 2015 essay question paper, somehow similar. Section A, section B, you have to choose one from each section. Then effective essays ലേക്ക് നമ്മൾ പോകുമ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, നമ്മൾ അതിന്റെ ആ ഒരു ഐഡിയ നമ്മൾ ട്രീറ്റ് ചെയ്യുമ്പോൾ, ആർഗ്യുമെന്റ് ട്രീറ്റ് ചെയ്യുമ്പോൾ നമ്മൾ അതിനോട് അനുകൂലിക്കുന്ന ഒരു വ്യൂ ആണ് എങ്കിൽ പോലും അതിനു മുമ്പിലുള്ള ചലഞ്ചസ് ഒക്കെ നമ്മളൊന്ന് കൊണ്ടുവരണം, അതിനെ നമ്മൾ ചോദ്യം ചെയ്യാം. അടുത്ത ഒരു കാര്യം എന്ന് പറയുന്നത്, എല്ലാ പോയിന്റ്സും അത് ആ ചോദ്യവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അത് നമ്മൾ കൃത്യമായിട്ടും അത് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നെ മുൻപോട്ടേക്ക് പോകണം. പിന്നെ ചില കാര്യങ്ങൾ, പ്രത്യേകിച്ച് നമ്മൾ ഈ കോംപ്ലക്സ് ആയിട്ടുള്ള ഐഡിയാസ് പറയുമ്പോൾ ചില സ്പെഷ്യലിസ്റ്റ് ലാംഗ്വേജ് ആവശ്യമാണ്, ടെക്നിക്കൽ ടേംസ് ആവശ്യമാണ്. അത്തരം ഘട്ടത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? ഒരു കാര്യങ്ങൾ
ക്ലിയർ ആയിട്ട് പറയാൻ പറ്റുന്ന രീതിയിലേക്ക് അവതരിപ്പിക്കുക. സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ട് പറയാൻ സാധിക്കും. ചില ഐഡിയാസ് പറയുമ്പോൾ നമുക്ക് പറയുന്ന മറ്റൊരാൾക്ക് മനസ്സിലാവാത്ത ഒരു സിറ്റുവേഷൻ ഉണ്ട്. നമ്മൾ ആദ്യം പറഞ്ഞ കാര്യം തന്നെയാണ്, അത് ഞാൻ ഒന്നുകൂടെ ഒന്ന് കൺക്ലൂഡ് ചെയ്യും. അത് തീർച്ചയായിട്ടും കൊണ്ടുവരണം. സിമ്പിൾ ലാംഗ്വേജിൽ തന്നെ കാര്യങ്ങൾ അവതരിപ്പിക്കാൻ പറ്റണം. നമ്മൾ കൺക്ലൂഷനിലേക്ക് വരുമ്പോൾ നമ്മൾ എന്താണോ പറഞ്ഞു വെച്ചത് അതിനെ നമ്മൾ സംഹരിക്കുകയാണ്. നമ്മുടെ വ്യൂസ് കൂടെ അവിടെ കൊണ്ടുവരാം. അപ്പോ ഇത് സൂചിപ്പിക്കുന്ന കാര്യം, പേപ്പർ വാല്യൂട്ടർ അവിടെ മാർക്ക് ഇടാൻ പോവുക, നിങ്ങളെ കുറിച്ചുള്ള ഒപ്പീനിയൻ അവിടെ വരാൻ പോവുക. അവിടെ ഏതെങ്കിലും ഒരു വേൾഡ് റിപ്പോർട്ടിന്റെ മറ്റുമൊക്കെ കൊണ്ടുവരികയാണെങ്കിൽ പേപ്പർ വാല്യൂട്ടർ കുറച്ചുകൂടി ഇംപ്രസ്ഡ് ആവും. അപ്പൊ നമ്മൾ ഈ ജനറൽ റീഡിങ്ങിൽ പോകുമ്പോൾ കിട്ടുന്ന കാര്യങ്ങൾ ഒരു നോട്ട്ബുക്കിൽ എഴുതി വെക്കും. then only you can use this. പലപ്പോഴും നമ്മൾ ഇതൊന്നും എഴുതുന്ന ഒരു ശീലമില്ല. ഞാൻ എസ് എഴുതുന്ന കാലഘട്ടത്തിൽ അല്ലെങ്കിൽ GS പേപ്പർ എഴുതുന്ന കാലഘട്ടത്തിലൊക്കെ ഞാൻ ജനറൽ റീഡിങ്ങിൽ ഉപയോഗിച്ച പല കാര്യങ്ങളും എനിക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റും. ഇപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഞാനൊരു കേസ് സ്റ്റഡി GS പേപ്പർ എഴുതിയപ്പോൾ കൊണ്ടുവന്നത് അന്നത്തെ NCERT ബുക്സിൽ കണ്ട ഒരു കേസ് സ്റ്റഡിയാണ്. അന്ന് ഈ അണ്ണാ ഹസാരെ ഇത്രയും വലിയ ആളായിട്ട്, അണ്ണാ ഹസാരയുടെ റാലിഗാൻസിറ്റി എന്ന് പറയുന്ന ഗ്രാമം, ആ ഗ്രാമം കള്ളുകുടിയന്മാരുടെയും മോഷ്ടാക്കളുടെയും ഒക്കെ ഒരു ഗ്രാമമായിരുന്നു. ഇയാൾ അവിടെ എങ്ങനെ മാറ്റിയെടുത്തു എന്നുള്ളതിന്റെ ഒരു കേസ് സ്റ്റഡി NCERT പുസ്തകത്തിൽ എവിടെയോ ഞാൻ വായിച്ചു. അപ്പോഴെനിക്ക് തോന്നി ഇത് കൊള്ളാമല്ലോ, നല്ലൊരു സ്റ്റോറിയാണ്. കാര്യം അവർ ചെയ്ത ഒരു കാര്യം, ഒന്ന് മദ്യപാനം നിർത്തി, രണ്ട് മദ്യപാനം ആളുകൾ തൊഴിലിന് വേണ്ടി പുറത്തു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അവിടെ കൃഷി വികസിപ്പിച്ചു, വഴിയുടെ രണ്ട് വശങ്ങളിലും മാവുകൾ വെച്ചു, അതിൽ നിന്ന് വരുമാനം കിട്ടാൻ തുടങ്ങി. ഇത് ഗ്രാമത്തിന് വേണ്ടി പൊതുവായി ഉപയോഗിക്കാൻ. ഈ കേസ് സ്റ്റഡി ഞാൻ എൻ്റെ ഡെവലപ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യം വന്നപ്പോൾ അവിടെ ഞാൻ തിരികെ കയറ്റി. ഇങ്ങനെ മെർജ് ചെയ്യാൻ പറ്റുന്ന എപ്പോഴും പേപ്പർ വാല്യൂട്ടർക്ക് നമ്മളോടുള്ളൊരു ഇഷ്ടം വർദ്ധിക്കാൻ കാരണം. അടുത്തത് നമ്മളുടെ സ്പെല്ലിംഗ്, ഗ്രാമർ, പങ്ക്ച്വേഷൻ ഇതെല്ലാം ശ്രദ്ധിക്കണം. ചില ആളുകൾ പറയാറുണ്ട്, ദാറ്റ് ഈസ് ഇഫ് യു ആർ ഗുഡ് ഇൻ ഇംഗ്ലീഷ് യൂസ് ഇംഗ്ലീഷ്, ഇഫ് യു ആർ നോട്ട് ഗുഡ് ഇൻ ഇംഗ്ലീഷ് യൂസ് മലയാളം ഓർ ഹിന്ദി, വാട്ട് എവർ ഇറ്റ് ഈസ്. അതിൽ ഗ്രാമർ മിസ്റ്റേക്സ് വരാൻ പാടില്ല. കാര്യം അത് നമ്മളെ കുറിച്ചൊരു മോശം ഇംപ്രഷൻ ഉണ്ടാകും. പലരും അനാവശ്യമായ കോൺഫിഡൻസ് ഉള്ള ആളുകളാണ്. നമ്മളിപ്പോ ഒരു ഉദാഹരണം പറഞ്ഞാൽ, നമ്മൾ പലതും ഉപയോഗിക്കുന്ന പല സ്ട്രക്ചറും തെറ്റായിരിക്കും. ഇംഗ്ലീഷിൽ ചിലപ്പോൾ നമ്മൾ പറയുന്നത് ഐ ഹാവ് ടേക്ക് റെസ്റ്റ് എന്ന് പറയാറുണ്ട്. പക്ഷെ ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ഐ ഹാവ് ടേക്ക് എ റെസ്റ്റ് എന്നുള്ളത്. ഇംഗ്ലീഷ് അറിയാവുന്ന ഒരാൾക്ക് ആ വ്യത്യാസം കണ്ടുപിടിക്കാൻ പറ്റും. അപ്പം സിമ്പിൾ ഇംഗ്ലീഷ് മതി, നമുക്ക് വലിയ ഇംഗ്ലീഷ് ഒന്നും വേണ്ട. പക്ഷെ ഗ്രാമാറ്റിക്കൽ എറേഴ്സും സ്പെല്ലിംഗ് മിസ്റ്റേക്സും ഉണ്ടാവാൻ പാടില്ല. ഇപ്പൊ മലയാളത്തിലാണ് നിങ്ങൾ എഴുതുന്നതെങ്കിൽ പാരലി നിങ്ങൾ മാതൃഭൂമി ആഴ്ചപ്പതിപ്പോ മലയാളം വരികയോ അറ്റ്ലീസ്റ്റ് ഏതെങ്കിലും ഒരു മലയാളം മാഗസിനോ പത്രമോ എങ്കിലും വായിച്ചു കൊടുക്കും. ഇംഗ്ലീഷിലാണെങ്കിലും you have to start reading some magazines or books. That would be the best thing. Then ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞു, നോട്ട്സ് ഉണ്ടാക്കുന്ന ശീലം ഉണ്ടാക്കുക. അതിൽ നിന്ന് നിങ്ങൾക്ക് ഒരു നോട്ട്സ്, ഒരു എസ്സേ സ്ട്രക്ചർ ഒക്കെ കൃത്യമായിട്ടും കൊണ്ടുവരിക. റിലവന്റ് ആയിട്ടുള്ള പോയിന്റ്സ് ഒക്കെ ആഡ് ചെയ്യുക. നിങ്ങളോട് നിങ്ങളുടെ എസ്സേ സമ്മറൈസ് ചെയ്യാൻ പറഞ്ഞാൽ അത് എങ്ങനെ നിങ്ങൾ പറയും? വ്യൂസ് നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റുന്നുണ്ടോ? then that would be a good essay. കുറച്ച് സെന്റൻസ്. ചിലരോട് അവരെഴുതിയ എസ്സേയുടെ ഒന്ന് സമ്മറൈസ് ചെയ്യാൻ പറഞ്ഞാൽ അവർ ബ്ലാ 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 ബ്ലാക്ക് ഷിപ്പ് പറയും. അവർക്ക് പറയാൻ പറ്റത്തില്ല അതാണ് ഇതാണോ, അല്ലെ ഒരു പോയിന്റ് തന്നെ തട്ടിക്കളിക്കും. അതല്ല എസ്സേ. സമ്മറൈസ് ചെയ്യാൻ പറഞ്ഞ ഒരു 4-5 പോയിന്റ് കറക്റ്റ് ടക്ക് 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 പറയാൻ പറ്റണം. ദാറ്റ്സ് എ ഗുഡ് എസ്സേ. പ്രത്യേകിച്ചും KS ഓർ സിവിൽ സർവീസ് എസ്സേ എന്ന് പറയുന്നത് അതാണ്. സോ ഈ രീതിയിൽ വേണം നമ്മൾ സ്ട്രക്ചർ ഉണ്ടാക്കുക. ആദ്യത്തെ 15 മിനിറ്റ് ഞാൻ ആദ്യം തന്നെ ഡിസ്കസ് ചെയ്തതാണ്. അത് കൃത്യമായിട്ട് പോവുക. നമ്മൾ ഈ എസ്സേ എഴുതുന്നതിനിടയ്ക്ക് നമ്മുടെ മനസ്സിലേക്ക് ചില പോയിന്റ്സ്, അത് ഈ സ്ട്രക്ചറിൽ ലാസ്റ്റ് പേജ് നമുക്ക് ഈ റഫ് വർക്കിന് വേണ്ടി യൂസ് ചെയ്യാം. ലാസ്റ്റ് അത് വെട്ടിക്കളയണം കേട്ടോ, അല്ലെ അത് നിങ്ങളുടെ ആൻസർ ഷീറ്റ് ആയിട്ട് പരിഗണിക്കും. ആ സ്റ്റാൻഡേർഡ് അങ്ങനെയാണ് പറയുക. നമ്മൾ ഈ നോട്ട്സ് എഴുതുന്ന ലാസ്റ്റ് ഒരു 2 ഇൻറ്റു മാർക്ക് ഇട്ട് അത് വെട്ടിക്കളഞ്ഞില്ലെങ്കിൽ അത് ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ ഇടയ്ക്ക് ഒരു പോയിന്റ് കയറി വന്നാൽ അത് ആഡ് ചെയ്യുക. അപ്പൊ നമുക്ക് ലോജിക്കലായിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കാൻ പറ്റും. പിന്നെ നിങ്ങൾ ഇപ്പോൾ എഴുതുന്ന എസ്സേക്കും ടൈം ബൗണ്ടഡ് ആയിട്ട് ചെയ്യുക. വാച്ച് അടുത്ത് കാണണം. പരീക്ഷ എഴുതുമ്പോഴും വാച്ച് വേണം. വാച്ച് ഇല്ലാതെ പരീക്ഷ എഴുതാൻ പോകരുത്. വാച്ച് ഫ്രണ്ടിൽ വെച്ചിട്ടാണ് എപ്പോഴും എക്സാംസ് എഴുതേണ്ടത്. പല ആളുകൾക്കും സമയം കിട്ടാറില്ല. ഇപ്പൊ കഴിഞ്ഞ പല പരീക്ഷകളിലും പങ്കെടുത്ത ആളുകൾ പറഞ്ഞു ഞങ്ങൾക്ക് സമയം കിട്ടിയില്ല. സമയം കിട്ടിയില്ല എന്ന് പറയുന്നതിൽ വലിയ കാര്യമില്ല. കാര്യം നമ്മുടെ പ്രാക്ടീസിന്റെ ടൈം കുറഞ്ഞു എന്നുള്ളതാണ് അതിനകത്ത് ഏറ്റവും വലിയ പ്രശ്നം. ഈ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻസിലെല്ലാം എപ്പോഴും സംഭവിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അവർ മനഃപൂർവ്വം സമയം കുറച്ചത്. അതെങ്ങനെ മാനേജ് ചെയ്യുന്നു എന്നുള്ളത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ദെൻ നിങ്ങൾ എന്താണോ പറയാൻ പോകുന്നത്, ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് മനസ്സിലായി, ഇതെല്ലാം ഇൻട്രഡക്ടറി
പാസേജിൽ നിന്ന് തന്നെ പേപ്പർ വാല്യുവേറ്റർക്ക് മനസ്സിലാവണം. നമ്മുടെ ഇതാണ് ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത്. യു ഹാവ് ടു നോട്ട് ദിസ് സ്ട്രക്ചർ. ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഫസ്റ്റ് യു നീഡ് ആൻ ഇൻട്രൊഡക്ഷൻ, എ ഗുഡ് ഇൻട്രൊഡക്ഷൻ, ദെൻ ബാക്ക്ഗ്രൗണ്ട്. നമ്മളിപ്പോ ഈ സീരീസ് ഒക്കെ കാണുമ്പോൾ അവരൊരു ബാക്ക്ഗ്രൗണ്ട് പറയില്ലേ, വെബ് സീരീസ് ഒക്കെ കാണുമ്പോൾ കഴിഞ്ഞ സീൻ എങ്ങനെയായിരുന്നു എന്നുള്ളത് ചെറുതായിട്ട് പറഞ്ഞു തരും. അപ്പൊ അതിന്റെ ഒരു ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട്, ഇപ്പൊ ഇന്ത്യ ചൈന റിലേഷൻഷിപ്പ്, ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് പറയുമ്പോൾ എന്തൊക്കെ പറയാം? പഞ്ചശീലിനെ കുറിച്ച് പറയാം, ഇന്ത്യ ചൈന വാർ, ആ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നമ്മൾ തുടങ്ങുന്നു. വാട്ട് എവർ ഇറ്റ് ഈസ്, ദെൻ മെയിൻ കോൺസെപ്റ്റ്. വെൻ യു ആർ ഇൻട്രൊഡ്യൂസിംഗ് ദ മെയിൻ കോൺസെപ്റ്റ്, യു ഹാവ് ടു സബ്സ്റ്റാൻഷിയേറ്റ് ദാറ്റ് മെയിൻ കോൺസെപ്റ്റ് വിത്ത് തിയറീസ്. അതിനെ നമ്മൾ എന്ത് ചെയ്യണം? സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യണം തിയറീസ് വെച്ചിട്ട്. വാട്ട് ദ സബ്ജക്ട് ഈസ് അബൌട്ട്, എന്തിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞു വരുന്നത്, മെയിൻ തീം, അത് നമ്മുടെ തേർഡ് ആയിട്ടുള്ള ആ ഒരു പോർഷനിൽ, തേർഡ് പാർട്ടിൽ അത് പറഞ്ഞു. ദെൻ ഫോർത്ത് വൺ, ഇത് എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങളിപ്പോ ഈ കാര്യം നമ്മുടെ 2 പരീക്ഷയുടെയും വലിയ എസ് എ മാത്രമല്ല, നമ്മുടെ മെയിൻ പരീക്ഷ KS ആണെങ്കിലും IAS ആണെങ്കിലും സിവിൽ സർവീസ് ആണെങ്കിലും രണ്ടിലും മാർക്ക് കിട്ടണമെങ്കിൽ എപ്പോഴും കറന്റ് സിനാരിയോയുമായിട്ട് ഇത് കണക്ട് ചെയ്യണം. ഇത് എന്റെ സുഹൃത്തുക്കളായിട്ടുള്ള മിക്കവാറും ഓഫീസേഴ്സ് എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്. നല്ല മാർക്ക് നിങ്ങൾക്ക് GS പേപ്പറിന് കിട്ടണമെങ്കിൽ കറന്റ് സിനാരിയോ ആയിട്ട് റിലേറ്റ് ചെയ്യണം. എന്ന് വെച്ചാൽ എന്താണ്? ഇപ്പൊ ഒരു പാൻഡമിക് സിറ്റുവേഷൻ അല്ലെ വരികയാണ് ഇപ്പോഴത്തെ സിറ്റുവേഷൻ. അപ്പോ ഒരു ഗ്ലോബൽ ക്രൈസിസിനെ നേരിടുന്നു, ഡിസാസ്റ്റർ മാനേജ്മെന്റിനെ കുറിച്ച് ഒരു ക്വസ്റ്റ്യൻ വരിക. നമുക്ക് എന്താ കണക്ട് ചെയ്യണം? ഇമ്മീഡിയറ്റ്ലി നിങ്ങൾ അത് കണക്ട് ചെയ്യേണ്ടത് കൊറോണ ആയിട്ട് കണക്ട് ചെയ്യും. ഇപ്പോഴത്തെ ഇഷ്യൂ ആണ്. അപ്പൊ അത്ര അപ് ടു ഡേറ്റ് ആണ്, നിങ്ങൾ ലേറ്റസ്റ്റ് ആണ് എന്നുള്ളത് ആർക്ക് മനസ്സിലാവും? പേപ്പർ വാല്യുവേറ്റർക്ക് മനസ്സിലാവും. അത് ഏത് GS എഴുതുമ്പോഴും essay പേപ്പറിൽ എഴുതുമ്പോഴും ഇത് നിങ്ങൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ മാർക്ക് കൂടുതൽ കിട്ടാനുള്ള പോസിബിലിറ്റി കൂടുതലാണ്. ഇത് ഞാൻ വീണ്ടും പറയുകയാണ്, നിങ്ങളുടെ essaysൽ എപ്പോഴും കറന്റ് ടോപ്പിക്സ്, കറന്റ് സിനാരിയോ എപ്പോഴും ഉണ്ടാവും. Then the next important thing, you have to explain good sides. നല്ല നല്ല കാര്യങ്ങൾ. എപ്പോഴും ഒരു ഒപ്റ്റിമിസ്റ്റിക് ആയിട്ടുള്ള ആളുകളെയാണ് എല്ലാവരും ഇഷ്ടപ്പെടുന്നത്. ആദ്യമേ കൊണ്ടുപോയി ക്രിറ്റിസിസം ഇടരുത്. ആദ്യം പോസിറ്റീവ് സൈഡ്സ് പറയുക, എന്നിട്ട് നെഗറ്റീവ് സൈഡിലേക്ക് പറയുക. പക്ഷെ പലപ്പോഴും എന്താണ്, മലയാളികളുടെ ഏറ്റവും വലിയൊരു ഗുണം എന്താണ്? മലയാളികളുടെ ഏറ്റവും വലിയ ഗുണം, ഞാൻ ഇന്നേ വരെ ഇപ്പൊ ഒരൊറ്റ കല്യാണത്തിൽ ആളുകള് ഈ ഫുഡ് നന്നായി എന്ന് പറയുന്നത് കേട്ടിട്ട്, എത്ര വലിയ കല്യാണം, അവര് ചിലപ്പോ 10 ലക്ഷം 20 ലക്ഷം മുടക്കി നടത്തുന്ന കല്യാണം ആയിരിക്കാം, അവിടെ പോയി കഴിഞ്ഞാലും എന്തെങ്കിലും ഒരു കുറ്റം പറയും. സാമ്പാറിന് ഉപ്പ് കൂടിപ്പോയി, പായസം ശരിയായില്ല അല്ലെ. അപ്പൊ ആളുകൾ ചോദിക്കുകയാണ്, എന്നാ ഉണ്ട് വിശേഷം, എന്തുണ്ട് വിശേഷം എന്ന് ചോദിച്ചാൽ എന്ത് പറയും? ഓ ഇങ്ങനെയൊക്കെ പോകുന്നു, ഇത്രേ പറയത്തുള്ളൂ. പക്ഷെ ഇംഗ്ലീഷ് നമ്മൾ ചോദിക്കുകയാണ്, ഹൗ ആർ യു എന്ന് ചോദിച്ചാൽ എന്താ പറയാം? അവർ പറയാം ഫൈൻ താങ്ക് യു എന്ന് പറയും അല്ലെ. നമ്മുടെ അപ്രോച്ചിന്റെ ഒരു ഡിഫറൻസ് ആണ്. നമ്മളെപ്പോഴും നെഗറ്റീവ് സൈഡാ. ഓ കുഴപ്പമില്ല, പഠിത്തമൊക്കെ എങ്ങനെയുണ്ടോ? കുഴപ്പമില്ല. നന്നായി എന്ന് നമ്മൾ പറയത്തില്ല ഒരിക്കലും. കുഴപ്പമില്ല ഇങ്ങനെയൊക്കെയേ പറയത്തുള്ളൂ. ഗുഡ് സൈഡ്സ് നമ്മൾ കാണത്തില്ല. ഈ പേഴ്സണാലിറ്റി നമ്മൾ അറിയാതെ നമ്മൾ എഴുതുന്ന എസ്സേയിലും. അപ്പൊ അവിടെ നമ്മൾ എന്താണ്, ഗുഡ് സൈഡ്സ് ആദ്യം കൊണ്ടുവരിക, ദെൻ നെഗറ്റീവ് സൈഡ്സ്. ഈ നെഗറ്റീവ് സൈഡ്സ് നമ്മൾ നെഗറ്റീവ് അല്ല ഡയറക്റ്റ് ആയിട്ട് എഴുതുന്നത്, ഒബ്സ്റ്റക്കിൾസ് ആണ്. ഇത് ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള തടസ്സമാണ് പ്രധാനമായിട്ടും എഴുതേണ്ടത്. ദെൻ ദ നെക്സ്റ്റ് സ്റ്റേജ് ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്, സജഷൻസ്, യുവർ സജഷൻസ്. അതാണ് നിങ്ങൾ ഒരു പേഴ്സണാലിറ്റി ഉള്ള ഒരാളാണ് എന്ന് സൂചിപ്പിക്കുന്നത്. കാരണം ഒരു അഡ്മിനിസ്ട്രേറ്റർക്ക് വേണ്ട ഏറ്റവും നല്ല ഗുണം അയാൾ നല്ല സജഷൻസ് കൊടുക്കാൻ പറ്റുന്ന ഒരാളായി. അപ്പൊ നല്ല സജഷൻ എങ്ങനെ നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റും? അപ്പൊ സജഷൻ, നിങ്ങളുടെ സജഷൻ അതാണ്. ഈ ഈവൻ ലിറ്ററേച്ചർ എഴുതുമ്പോൾ പോലും നമുക്കത് കുറെയൊക്കെ ചിലയിടത്ത് കൊണ്ടുവരാൻ പറ്റും. സജഷൻസ് നന്നായിട്ട് കൊണ്ടുവരിക. ഈ ഒരു സിറ്റുവേഷൻ മാറാനുള്ള പോസിറ്റീവ് സൈഡ്സ് ഇതാണ് എന്ന് പറയാം. അത് നോവലായിരിക്കണം, ജെനുവിൻ ആയിരിക്കണം. ദെൻ കൺക്ലൂഷൻ. കൺക്ലൂഷൻ എങ്ങനെ വേണം എന്നുള്ളത് ഞാൻ ആദ്യമേ തന്നെ സൂചിപ്പിച്ചു. സോ ടിപ്പ് 1, you can use you have 3 hours for writing the essay paper. Think for 15 to 20 minutes. അത്രയൊക്കെ മതി. ചില ആളുകൾ 30 to 45 minutes എടുക്കുന്നവരുമുണ്ട്. ഡിപ്പെൻഡ്സ് ഓൺ യു. നിങ്ങളുടെ ഒരു ടൈം നോക്കുക. ഒരു 20 പേജ് എഴുതാൻ നിങ്ങൾക്ക് എത്ര സമയം വേണം എന്നുള്ളത് നോക്കിയിട്ട് യു ക്യാൻ ഡിസൈഡ്. 15 to 20 minutes ആപ്റ്റ് ആണ്. ഇനി ചിലർക്ക് റൈറ്റിംഗ് സ്പീഡും പലതും ഒക്കെ പലരുടെയും പല രീതിയാണ്. 20 പേജസ് എഴുതണം, അതിന് എത്ര സമയം എടുക്കും എന്ന് നോക്കിയിട്ട് യു ക്യാൻ ഡിസൈഡ്. Then make a structure.
some don'ts. This is very important. ഒരു ചോദ്യം ഞാൻ ഇവിടെ ഇടുകയാണ്. ഓട്ടോക്രസി is better than democracy. ജനറൽ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓട്ടോക്രസി is better than democracy. പലപ്പോഴും ആളുകളെ ചർച്ച ചെയ്യുമ്പോൾ അവർ പറയുന്ന ഒരു കാര്യമാണ്, ഇവിടെ അഴിമതിക്കാരാണെല്ലാം. നിങ്ങൾ ക്രിട്ടിസൈസ് ചെയ്യും. ഇവിടെ ഓട്ടോക്രാറ്റ്സ് ആയിരുന്ന ഇപ്പൊ മിഡിൽ ഈസ്റ്റിലൊക്കെ ബെനവളന്റ് ഓട്ടോക്രാറ്റ്സ് ആണ്, രാജാക്കന്മാർ. അങ്ങനെയൊക്കെ ഉള്ളവരാണ് നല്ലതാണ് എന്ന് പറഞ്ഞ് നമ്മുടെ ഡെമോക്രസിയെ അങ്ങ് ക്രിട്ടിസൈസ് ചെയ്യും. നെവർ എവർ ഡു. മനസ്സിലാവുന്നുണ്ടോ? ഒരിക്കലും പാടില്ല. ചിലർ പറയും വലിയ രാജഭക്തരാണ്, രാജഭരണം ഇപ്പോഴും ഉണ്ടെങ്കിൽ നല്ലതായിരുന്നു എന്ന് പറയുന്ന ധാരാളമാണ്. നെവർ എവർ ക്രിട്ടിസൈസ് ഡെമോക്രസി. കാര്യം it is the democracy that is allowing you to criticize it. Understood? That is very important. Then excessive criticism of government and administration. When you read the Hindu newspaper or Frontline, this is the problem. മിക്കവാറും സിവിൽ സർവീസ് ആസ്പിരൻസ് ഹിന്ദു പേപ്പറാ വായിക്കുന്നത്, ഫ്രണ്ട്ലൈനും വായിക്കും. അപ്പൊ എന്താ പ്രശ്നം? ഹിന്ദു ഒരു ലെഫ്റ്റിസ്റ്റ് വ്യൂ ആകും മുന്നോട്ട് വെക്കും. ഈ ലെഫ്റ്റിസ്റ്റ് വ്യൂ മുന്നോട്ടേക്ക് വെക്കുമ്പോൾ ഉള്ള പ്രശ്നം എക്സസീവ് ക്രിറ്റിസിസത്തിന്റെ ഒരു തലത്തിലേക്ക് നിങ്ങൾ അറിയാതെ നിങ്ങൾ അങ്ങ് പോകും. ദേ വോണ്ട് അലോ ഇറ്റ്. ഞാൻ എന്റെ ഇന്റർവ്യൂവിന് പോയപ്പോ എന്നോട് ചോദിച്ചു, അഴിമതി മാറ്റാൻ നിങ്ങൾ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു. നിങ്ങളൊരു IAS ഓഫീസർ ആയാലും. അപ്പൊ ഞാൻ പറഞ്ഞു, അഴിമതി എന്നുള്ളത് ഒരു കൾച്ചറിന്റെ ഭാഗമാണ്. സർക്കാർ ജോലി കിട്ടിയാൽ അഴിമതി നടത്താം എന്ന ആളുകൾ ചിന്തിക്കുന്നു എന്ന് പറഞ്ഞു. ഉടനെ ഇവരെന്നോട് ചോദിച്ചു, ബോർഡിൽ ഉണ്ടായിരുന്ന ഒരു ലേഡി എന്നോട് ചോദിച്ചു, അവരൊരു IAS ഓഫീസർ ആയിരുന്നിരിക്കണം. അവർ ചോദിച്ചു, സർക്കാർ ഉദ്യോഗസ്ഥരെല്ലാം അഴിമതിക്കാരാണെന്നാണോ നിങ്ങൾ പറയുന്നത് എന്നാണ് ചോദിച്ചത്. കാര്യം ഞാൻ ഗവൺമെന്റിനെ ക്രിട്ടിസൈസ് ചെയ്യുന്ന ഒരു തലത്തിലേക്ക് അവരത് എടുത്തു. സോ തേർഡ് തിങ്, സീയിങ് നെഗറ്റീവ് സൈഡ്സ് വിതൗട്ട് സജസ്റ്റിംഗ് റീഫോംസ് ഇൻ ഇറ്റ്. ക്രിറ്റിസിസം മാത്രം പറയുന്നു, റീഫോംസ് പറയുന്നില്ല. ദേ വോണ്ട് ആക്സെപ്റ്റ് ദാറ്റ്. എസ്ഐക്ക് മാറ്റി കിട്ടത്തില്ല. ദെൻ നമ്മള് സംടൈംസ് എസ് എ ടോപ്പിക്സ് ആർ ഗിവൺ ഇൻ സച്ച് എ വേ ദാറ്റ് യു വാണ്ട് ടു അഗ്രി ഓൾ ദ വേ. ഇപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞാല്, ഇത് സൈക്കോളജിക്കൽ ആയിട്ടാണ് ചില ക്വസ്റ്റ്യൻസ് ഈ ഹൈ എൻഡ് എക്സാംസിൽ ഇടുന്നത്. പഞ്ചായത്തി രാജ് ഇസ് എ വേസ്റ്റേജ് ഓഫ് ടാക്സ് പേയേഴ്സ് മണി. അപ്പൊ നമ്മൾ എന്ത് എഴുതും? അതെ, ഞങ്ങളുടെ അവിടെ തൊഴിലുറപ്പ് പദ്ധതി ഉണ്ട്, അവര് വന്നേച്ച് ചുമ്മാ അവിടെ നിൽക്കുന്നത് കാണാം, അവര് പണിയൊന്നും എടുക്കൂല, MNREGA ഒക്കെ വേസ്റ്റ് ആണ്, ഇത് ചുമ്മാ അഴിമതിക്കുള്ള ഒരു സംഗതിയാണ്. ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യും? ക്രിറ്റിസിസത്തിലേക്ക് പോകും. ഇന്ത്യയിൽ എക്കണോമിക് ബാലൻസ് കൊണ്ടുവന്നത് MNREGA ആണ്. ഈ ഒറീസയിലൊക്കെ പള്ളിയിലൊക്കെ നിങ്ങൾ പോയി കഴിഞ്ഞാൽ അവിടെ പള്ളിയില് വസ്ത്രം ധരിക്കാതെ വരുന്ന ആൾക്കാരെ കാണാൻ പറ്റും. വസ്ത്രം പോലും ധരിക്കാതെയുള്ള ആൾക്കാരെ കാണാം. അത്ര പട്ടിണിയായിരുന്നു. 50 രൂപ അവൻ കണ്ടിട്ട് വർഷങ്ങളായിട്ടുണ്ടാവും. കൂലിയൊക്കെ, ഞാൻ ഒത്തിരി വർഷം മുമ്പത്തെ കാര്യമല്ല പറയുന്നത്, ഞാൻ NDTV വർക്ക് ചെയ്യുന്ന ഒരു കാലഘട്ടത്തിൽ 2005-2006 കാലഘട്ടത്തിലൊക്കെ 30 രൂപ ഒക്കെയാണ് അവന് കൂലി കിട്ടുന്നത് അവിടെ. അന്ന് എനിക്ക് തോന്നുന്നു കേരളത്തിൽ അന്ന് 200 രൂപ, 250 രൂപ, 300 രൂപ കൂലിയുണ്ട്. ഈ MNREGA വന്നപ്പോഴാണ് ഇത് ബാലൻസ്ഡ് ആയത്. അപ്പൊ നമ്മളൊരു ബാലൻസ് എസ്ഐയിൽ കൊണ്ടുവന്നു. പിന്നെ പുവർ പീപ്പിൾ ആർ ദെയർ ഓൺ എനിമീസ്, ഇങ്ങനെയൊക്കെയുള്ള വ്യൂവേഴ്സ് കൊണ്ടുവരുന്നത്. ഇപ്പൊ ആളുകൾ പാവപ്പെട്ടവരായിരിക്കുന്ന അവന്റെ പ്രോബ്ലം കൊണ്ടാണ്, നെഗറ്റീവ് വ്യൂസ് ആണ്. നെവർ എവർ മേക്ക് ഇറ്റ് ഹാപ്പൻ. അപ്പൊ എന്ത് ചെയ്യണം? നമ്മള് ഒരു ബാലൻസ്ഡ് അപ്രോച്ച് എസ്ഐയിലേക്ക് കൊണ്ടുവരിക. അപ്പൊ ഈ രീതിയിലേക്ക് വന്നു കഴിയുമ്പോൾ അതൊരു പോസിറ്റീവ് ആവും. പിന്നെ ഈ ഫിലിമി സൊല്യൂഷൻസ് കൊണ്ടുവരുന്നത് ഒരിക്കലും. ഒരു ഉദാഹരണം പറഞ്ഞാൽ, വിജയുടെ സിനിമ കണ്ടു, നമ്മുടെ രജനീകാന്തിന്റെ സിനിമ കണ്ടു. അപ്പൊ രജനീകാന്തിന്റെ സിനിമയില് ഞാൻ ഈയിടെ ദർബാർ എന്ന് പറഞ്ഞ പടം കണ്ടു. പുള്ളി ഓഫീസർ, പുള്ളി എല്ലാവരെയും വെടിവെച്ചിടുക. എന്നിട്ട് ലാസ്റ്റ് എന്താണ്, ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷന്റെ ചെയർപേഴ്സണെയും ഇട്ട് പൂട്ടുന്ന കാണിക്കുന്നത്. മുന്നാഭായ് MBBS ഇതിനകത്തേക്ക് എന്താ കാണിക്കുന്നത്? ഇവര് നിയമം കയ്യിലെടുക്കുന്ന. അങ്ങനത്തെ ഒരു സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലേക്ക് ഒരിക്കലും വരാൻ പാടില്ല. നെവർ എവർ ഡു ദാറ്റ്. ഒന്നും പേഴ്സണൽ ആയിട്ട് എടുക്കരുത്. പ്രത്യേകിച്ചും പലരും ചെയ്യുന്ന ഒരു കാര്യമാണ്, ഈ രാഷ്ട്രീയ നേതാക്കളുടെ പേരെഴുതി വെക്കും. നരേന്ദ്രമോദി, അല്ലെങ്കിൽ ലാലു പ്രസാദ് യാദവ്, അമർ സിംഗ്, കലാനിധി മാരൻ, രാജ. നെവർ എവർ യൂസ് നെയിംസ്. അത് നമുക്ക് നെയിംസ് യൂസ് ചെയ്യാൻ പറ്റുന്നത്, പ്രത്യേകിച്ചും നമുക്ക് പറ്റുന്ന എന്ന് പറയുന്നത്, നമ്മളിപ്പോ ഫോറിൻ പോളിസി ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ എഴുതുമ്പോൾ യു ക്യാൻ ഡു ദാറ്റ്. ഇപ്പൊ നമ്മള് എന്താണ്, ലാഹോർ ബസ് വിസിറ്റിനെ കുറിച്ചോ അങ്ങനെയുള്ള ഇഷ്യൂസിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ വേണം വാജ്പേയിയുടെ പേര് പറയാം. അല്ല എങ്കിൽ ഒരിക്കലും SISൽ നിങ്ങൾ ഇത് ചെയ്യാൻ പാടില്ല. നിങ്ങൾ ഒരിക്കലും ഇത് എഴുതാൻ പാടില്ല. നിങ്ങളുടെ SISൽ ഒരിക്കലും നിങ്ങൾ ഇത് കൊണ്ടുവരരുത്. പ്രത്യേകിച്ചും പൊളിറ്റീഷ്യൻസ് അവരുടെ അച്ചീവ്മെന്റ് ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട്.
പേരുകൾ ഒരിക്കലും യൂസ് ചെയ്യാൻ പാടില്ല. ഇത് പല കുട്ടികൾക്കും അറിയത്തില്ല. അവരെഴുതും, അവര് ചിലപ്പോൾ മോഡിയുടെ ഫാൻ ആയിരിക്കും, ചിലപ്പോൾ മോഡിയെ വെറുക്കുന്ന ആളായിരിക്കും. അപ്പൊ ആ രീതിയിലുള്ള വ്യൂസ് എസ്ഐസിൽ കൊണ്ടുവരും. നെവർ എവർ ഡു. ഞാൻ ആദ്യമേ തന്നെ സൂചിപ്പിച്ചു. അതുപോലെ തന്നെയാണ് ഈ ആളുകളുടെ പേര് ഉപയോഗിക്കുന്ന പോലെ തന്നെ പ്രശ്നമാണ് പൊളിറ്റിക്കൽ പാർട്ടീസിനെ നമ്മൾ ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ട് കോൺഗ്രസ് ഡിഡ് ദിസ്, BJP ഡിഡ് ദാറ്റ്, അങ്ങനെ ഒന്നും കൊണ്ടുവരാൻ പാടില്ല. അതിന്റെ ഒന്നും ആവശ്യമില്ല. അതുകൊണ്ട് തന്നെയാണ് UPSC കോൺട്രാവേഴ്ഷ്യൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാത്തത്. ഇപ്പൊ ഏതെങ്കിലും മധ്യപ്രദേശിൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കില്ല. എന്ത് സംഭവിച്ചു? കുതിര കച്ചവടം നടന്നു, ഹോഴ്സ് ട്രേഡിംഗ് നടക്കുന്നു. നെവർ എവർ ദേ വിൽ ആസ്ക് സച്ച് ക്വസ്റ്റ്യൻസ്. സോ ഗിവ് ബാലൻസ്ഡ് ആൻസർ. ഒരു ഹീറോ വർഷിപ്പിലേക്കും പോകരുത്, മഡ് സ്ലിംഗിങ്ങിലേക്കും പോകരുത്. എന്ന് വെച്ചാൽ എന്താണ്? നിങ്ങൾക്ക് അയാളെ ഇഷ്ടമായിരിക്കും, അയാളുടെ കാര്യങ്ങൾ ഇഷ്ടമായിരിക്കും, ഉടനെ അയാളെ ഗ്ലോറിഫൈ ചെയ്യുന്ന രീതിയിലേക്കും പോകരുത്, അയാളെ മോശമാക്കുന്ന രീതിയിലേക്കും പോകരുത്. ഒരു വ്യക്തി നമ്മുടെ രാജ്യത്തിന്റെ പ്രൈം മിനിസ്റ്റർ ആണെങ്കിൽ അയാൾ ആ റോളിൽ ഉണ്ടായിരിക്കാം. നിങ്ങളുടെ രാഷ്ട്രീയം വ്യത്യസ്തമായിരിക്കാം. മനസ്സിലാവുന്നുണ്ടോ? എന്തുകൊണ്ട് ഇന്ത്യ 29 രാജ്യങ്ങളായി മാറുന്നില്ല? 28 സംസ്ഥാനങ്ങളാണ് ഇന്നുള്ളത്, അല്ലെ? അപ്പൊ 28 രാജ്യങ്ങളായിട്ട് മാറാത്തതിന് കാര്യം നമുക്കിവിടെ ഇന്ത്യൻ സിവിൽ സർവീസ് ഉള്ളത് കൊണ്ടാണ്. സിവിൽ സർവൻസ് ഫേസ്ലെസ് ആയിരിക്കണം എന്നാണ് പറയുന്നത്. ബയാസ്ഡ് ആവരുത്, ന്യൂട്രൽ ആയിരിക്കണം. ഇതും SISൽ കൃത്യമായിട്ടും കടന്നു വരണം. അപ്പോൾ അത് നമ്മൾ വലിയ പ്രാധാന്യം തന്നെ അതിന് കൊടുക്കണം. സോ അങ്ങനെ ഗവൺമെന്റിനെ ക്രിട്ടിസൈസ് ചെയ്യാനാണെങ്കിൽ നിങ്ങൾ ഒരു IAS ഓഫീസർ ആവേണ്ട കാര്യമില്ല. നിങ്ങൾ ആജ് തക്കിലെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ടെലിവിഷൻ ചാനലിലെയോ ജേർണലിസ്റ്റ് ആയാൽ അവരാണ് പലപ്പോഴും ഈ ഡീപ് ക്രിറ്റിസിസത്തിലേക്ക് പോകുന്നത്. അപ്പൊ ഞാൻ ആദ്യമേ തന്നെ സൂചിപ്പിച്ചു, ഒരു ഓഫീസറുടെ ഏറ്റവും നല്ല ട്രൈറ്റ് ആണ് ബീയിങ് അനോണിമസ്, ഫേസ്ലെസ്, ന്യൂട്രൽ എന്നുള്ളത്. ഇറ്റ് ഇസ് എ മസ്റ്റ് ഇൻ യുവർ എസ്സേസ്. ആ ന്യൂട്രാലിറ്റി, ആ ഒരു ബാലൻസ് നിങ്ങളുടെ അപ്രോച്ചിൽ വരണം. സെയിം വിത്ത് ദ കേസ് ഓഫ് റിലീജിയൻ, കൾച്ചർ, ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ. മതപരമായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് പറയുമ്പോഴും കൾച്ചറിനെ കുറിച്ച് പറയുമ്പോഴും ഒക്കെ ഈ ഒരു അപ്രോച്ച് നമ്മൾ കൊണ്ടുവരണം, തീർച്ചയായിട്ടും കൊണ്ടുവരണം. കാരണം അത് നമ്മുടെ ഒരു നമ്മുടെ ഒരു റിച്ച് ഡൈവേഴ്സിറ്റിയുടെ ഭാഗമാണ്. സോ ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ദെൻ കോഡ്സ്, ദിസ് ഈസ് അനദർ ഇമ്പോർട്ടന്റ് ഏരിയ. നമുക്ക് അടുത്തൊരു ക്ലാസ് കൂടെ ഉണ്ട് 10 മണിക്ക്. വി വിൽ ഫിനിഷ് ഇറ്റ് ബിഫോർ ദാറ്റ്. ഈ കോഡ്സ് എഴുതുമ്പോൾ പലപ്പോഴും ഞാൻ കാണുന്ന ഒരു കാര്യമാണ്, എല്ലാ കോഡ്സിന്റെ അടിയിൽ എബ്രഹാം ലിങ്കൺ അല്ലെ ഗാന്ധി എന്ന്. നിങ്ങൾ ഈ ഗൂഗിളിൽ കോട്ട് അടിക്കുമ്പോൾ, ഈ ഗൂഗിളിൽ നിന്ന് കോട്ട് എടുക്കുമ്പോൾ ഒരു പ്രശ്നമാണ്. ഈ കോട്ട് ഇത് ഏതെങ്കിലും പുസ്തകത്തിലായിരിക്കും ആദ്യമായിട്ട് വരുന്നത്, അതിനൊരു ബേസ് ഉണ്ടാവും. പക്ഷെ ഈ ഗൂഗിൾ കോട്ട് എടുക്കുമ്പോൾ അത് എഡിസന്റെ പേരിൽ കാണും, ഗാന്ധിയുടെ പേരിൽ കാണും, സെയിം കോട്ട് തന്നെ എബ്രഹാം ലിങ്കന്റെ പേരിൽ. അപ്പൊ അതിന്റെ പക്ഷെ നല്ല ഒരു പേപ്പർ വാല്യുവേറ്റേഴ്സിനൊക്കെ ഇത് ആരുടെയാണെന്ന് അറിയും. ഇപ്പൊ ദർ ഇസ് എവറിഥിങ് ഫോർ യുവർ നീഡ്, നോട്ട് ഫോർ യുവർ ഗ്രേഡ്. അത് ഗാന്ധിയുടെ ആണെന്ന് എല്ലാവർക്കും അറിയും. അതിന്റെ ഇടയിൽ കൊണ്ട് എഡിസൺ എഴുതി വെച്ച എസ്ഐക്ക് ഒരു മാർക്ക് പെട്ടെന്ന് കുറയ്ക്കാൻ അത് കാരണമായിട്ട് തരും. പിന്നെ ഈ കോട്ട് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, കോട്ട് നിങ്ങൾക്ക് റീഫ്രൈസ് ചെയ്യാൻ അവകാശം. നിങ്ങൾ റീഫ്രൈസ് ചെയ്യുന്നതാണ്. നെവർ എവർ യൂസ് കോട്ട്സ്. നിങ്ങൾക്ക് അത് കറക്റ്റ് ആയിട്ട് അറിയത്തില്ല, യൂസ് ചെയ്യരുത്. കോട്ട് എക്സാക്ട്ലി ആസ് ഇറ്റ് വാസ് സെഡ്, ലൈക്ക് മാവോ സെഡ്, പവർ ഫ്ലോസ് ഫ്രം ദ ബാരൽ ഓഫ് എ ഗൺ. അധികാരം തോക്കിൻ കുഴലിലൂടെയാണ് എന്ന് മാവോ പറഞ്ഞിട്ടുണ്ട്. ആ പറഞ്ഞ രീതിയിൽ തന്നെ എഴുതണം. ബാരൽ ഓഫ് ദ ഗൺ കണ്ടെയ്ൻസ് പവർ, സെയിം മീനിങ് ആണ്, ബട്ട് നെവർ എവർ യൂസ് ദാറ്റ്. ദെൻ പാഡിങ് ഡീവിയേറ്റിംഗ് ഫ്രം ദ സബ്ജക്ട്. പലരും ചെയ്യുന്ന കാര്യം എന്താണ്, 10-12 പേജ് ഉണ്ടല്ലോ, അങ്ങ് തുടങ്ങി കഴിഞ്ഞ് തീർക്കുന്ന വേറൊരിടത്ത്. ചില പ്രാസംഗികരുണ്ട്, അവര് പ്രസംഗമൊക്കെ തുടങ്ങും, ലാസ്റ്റ് മൈക്ക് പിടിച്ച് വാങ്ങിക്കേണ്ടി വരും. കാര്യം എന്താണ്, എൻഡ് ചെയ്യുന്നത് വേറൊരിടത്ത്. നെവർ എവർ ഡു ദാറ്റ്. അപ്പൊ അത് ഒരിക്കലും ശരിയരുത്. ഒരുപാട് പ്രോവബ്സും കോട്ട്സും ഒന്നും കൊണ്ടുവരും. എസ്സേ എഴുതണം. അപ്പൊ സാറിന്റെ വീഡിയോ നേരത്തെ ഉണ്ട്, സാറ് പറഞ്ഞു കോഡ്സ് ഒക്കെ വെച്ച് തുടങ്ങുന്നത് നല്ലതാണ്. എന്നാ ഇരിക്കട്ടെ ഒരു 10 കോഡ്സ്, നെവർ എവർ യൂസ് ദാറ്റ്. 10 പ്രോവബ്സ് ഇരിക്കട്ടെ, നെവർ എവർ യൂസ് ദാറ്റ്. അതൊന്നും വേണ്ട. എല്ലാം 1-2 കേസ് സ്റ്റഡീസ് ആണെങ്കിലും അല്ലെങ്കിൽ എക്സാമ്പിൾ ആണെങ്കിലും പെർ പേജ് മാക്സിമം ഓർമ്മ. അല്ലെങ്കിൽ എന്താ സംഭവിക്കുക, അല്ലെങ്കിൽ ഈ എക്സാമിനർക്ക് തോന്നും നിങ്ങൾക്ക് സ്വന്തമായ ഇൻപുട്ട് ഒന്നുമില്ല, നിങ്ങൾ മുഴുവൻ ഈ മനസ്സിലാക്കി വെച്ചിരിക്കുന്ന കാര്യങ്ങളാണ് കൊണ്ടുവരുന്നത്. ഇതെല്ലാം ആ ബാലൻസ്ഡ് അപ്രോച്ച് വളരെ പ്രധാനപ്പെട്ടതാണ്. സോ സജസ്റ്റഡ് റീഡിംഗിലേക്ക് ഞാൻ പോകുന്നു. ഐ ടോൾഡ് യു ഏർലിയർ ഓൾസോ, ഇറ്റ് ഈസ് എ കണ്ടിന്യൂസ് ആൻഡ് ലോങ് പ്രോസസ്. ഒറ്റ ദിവസം കൊണ്ട് നിങ്ങളെ എസ്സേ എഴുത്തുകാരാക്കാൻ പറ്റത്തില്ല. ഞാൻ 30 പുസ്തകങ്ങൾ ഇപ്പോൾ എഴുതിയിട്ടുണ്ട്. ഈ പുസ്തകങ്ങൾ എഴുതാനുള്ള കാര്യം, ഞാൻ അതിനു മുമ്പ് ഒരു 3000 പുസ്തകങ്ങളെങ്കിലും വായിച്ചിരുന്നു.
ഞാൻ ഈയിടെ ഒരു തിരുവനന്തപുരത്ത് ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ നടന്നപ്പോൾ അവിടെ ഒരു ഇറാനിയൻ സംവിധായകനെ പരിചയപ്പെട്ടു. അപ്പൊ ആ സിനിമയിൽ അഭിനയിച്ചതും അയാൾ തന്നെയാണ്. അപ്പൊ അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു എങ്ങനെയാണ് സിനിമയിലേക്ക് വന്നത്. അദ്ദേഹം പറയായിരുന്നു അദ്ദേഹം സിനിമാ സംവിധായകനാകുന്നതിന് മുമ്പ് കുറഞ്ഞത് ഒരു 2000-3000 സിനിമയെങ്കിലും അയാൾ കണ്ടിട്ടുണ്ടായി. നല്ല റൈറ്റർ ആവാനുള്ള ഏറ്റവും നല്ല മാർഗം റീഡ് മാക്സിമം, റീഡ് എഡിറ്റോറിയൽസ് ഓഫ് ഇംഗ്ലീഷ് ആൻഡ് മലയാളം ന്യൂസ് പേപ്പേഴ്സ്. അപ്പൊ എന്താണ് അവിടെയും നമ്മൾ ഒരു ലെഫ്റ്റിസ്റ്റ് വ്യൂവിലേക്ക് പോകാൻ പാടില്ല, അല്ലെങ്കിൽ ക്യാപിറ്റലിസ്റ്റ് വ്യൂവിലേക്ക് പോകാൻ പാടില്ല, ബാലൻസ്ഡ് അപ്രോച്ചിലേക്ക് പോകും. ഫ്രണ്ട് ലൈൻ യോജന കുരുക്ഷേത്രം മലയാളത്തിലാണെങ്കിൽ യോജനയുടെ മലയാളം അവൈലബിൾ ആണ്. അപ്പം ഡൗൺ ടു എർത്ത് എക്കണോമിസ്റ്റ് is one of the best magazines for getting maximum scores in General Studies paper 3 in civil services. Economist online ആയിട്ടൊക്കെ പർച്ചേസ് ചെയ്യാൻ പറ്റും. If possible, read it. These are some good magazines. Future Kerala is a good source in Malayalam. വായിക്കാം. അപ്പൊ ഇങ്ങനെയുള്ള മാഗസിൻസ് ഒക്കെ വായിക്കാം. സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റാസ് ഒക്കെ നിങ്ങൾ പത്രം വായിക്കുമ്പോൾ കിട്ടുന്ന എടുക്കുക. വാച്ച് വൺ ഇംഗ്ലീഷ് ന്യൂസ് ചാനൽ ലൈക്ക് രാജ്യസഭ ടി വി, ലോക്സഭ ടി വി. മലയാളം ന്യൂസ് ചാനൽ ഒന്നും തന്നെ നല്ല ഡിസ്കഷൻസ് നടക്കുന്നില്ല. ചില നല്ല പരിപാടികളുണ്ട്. ടി പി ശ്രീനിവാസൻ സാറിന്റെ വിദേശ വിചാരം, അങ്ങനെയൊക്കെയുള്ള പരിപാടികൾ കാണും. പക്ഷെ എന്തുകൊണ്ട് അക്കാഡമിക്കൽ എക്സലൻസിന് സഹായിക്കുന്ന പരിപാടികൾ നമ്മുടെ ചാനലുകളിൽ വളരെ കുറവാണ്. സി ഓൾഡ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, അതിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് നോക്കാൻ പറ്റും. റീഡിംഗ് ബുക്സിൽ ചില സജഷൻസ് ഞാൻ തരാം. APJ അബ്ദുൽ കലാമിന്റെ ബുക്സ് വളരെ നന്നായിരിക്കും, അതെല്ലാം മലയാളത്തിൽ ലഭ്യമാണ്. അതുപോലെ ഇന്ത്യ ആഫ്റ്റർ ഗാന്ധി, രാമചന്ദ്ര ഗുഹയുടെ, അത് മലയാളത്തിൽ ലഭ്യമാണ്. അർദ്ധരാത്രിയിൽ സ്വാതന്ത്ര്യം മലയാളത്തിൽ ലഭ്യമാണ്. ഡിസ്കവറി ഓഫ് ഇന്ത്യ, അത് മാതൃഭൂമി ഇറക്കിയിട്ടുണ്ട്. വലിയ ബുക്ക് എൻ്റെ കയ്യിൽ അതിരിപ്പുണ്ട്, 3 വോളിയം. ഞാൻ മാതൃഭൂമിയുടെ ഒരു പരിപാടി ഗസ്റ്റ് ആയിട്ട് പോയപ്പോൾ അവരെനിക്ക് സമ്മാനമായിട്ട് തന്ന നല്ല ബുക്ക്. ഇറ്റ് ഈസ് ഗുഡ്. ഇമാജിനിങ് ഇന്ത്യ, നന്ദൻ നിലേകാനി, ഇങ്ങനെയൊക്കെയുള്ള ആളുകളുടെ പുസ്തകങ്ങൾ വായിക്കും. മെട്രോമാൻ ഇ ശ്രീധരൻ, ഇവരുടെയൊക്കെ ബയോഗ്രഫീസ് അല്ല, അവര് ഒരു വിഷൻ സെറ്റ് ചെയ്തിട്ട് എഴുതുന്ന പുസ്തകങ്ങൾ നിങ്ങൾക്ക് കുറച്ച് നല്ല ബ്രെയിൻ സ്റ്റോമിങ്. ശശി തരൂരിന്റെ ബുക്സ് നല്ല, ഞാൻ ഇവിടെ മെൻഷൻ ചെയ്തിട്ടില്ല, ബട്ട് ഇറ്റ് ഇസ് റിയലി ഗുഡ്. ശശി തരൂരിന്റെ പുസ്തകങ്ങൾ കൊള്ളാം. സോ ഈ രീതിയിലൊക്കെ നിങ്ങളുടെ essay പ്രിപ്പറേഷൻ മുൻപോട്ടേക്ക് കൊണ്ടുപോകാം. ദിസ് ഈസ് എ വണ്ടർഫുൾ ഓപ്പർച്യൂണിറ്റി. ഞാൻ നിങ്ങളെ 1-2 സാമ്പിൾ എസ്സേസ് നിങ്ങൾക്കിപ്പോൾ കാണിക്കാം. നിങ്ങൾ അതെങ്ങനെ എഴുതണം എന്നുള്ളത് ഒന്ന് സാമ്പിൾ എസ്സേസിലേക്ക്, UPSCയുടെ സാമ്പിൾ പേപ്പർ, എസ്സേയുടെ ഒരു സാമ്പിൾ പേപ്പർ ഇതാണ്. എസ്സേയുടെ സാമ്പിൾ പേപ്പർ കാണാമോ? കാണാം അല്ലേ? യു ക്യാൻ സീ ദിസ്. ദിസ് ഇസ് ദ സാമ്പിൾ പേപ്പർ. നിങ്ങൾക്ക് കാണാമോ? ഷെയർ കാണാമോ? കാണാൻ ന്യൂ ഷെയർ. ഓക്കെ, I will show you. Yes, this one. This is a sample paper essay. So look at the heading. Essay must be written in the medium authorized, either in English or Malayalam or Hindi, which must be stated clearly on the cover of this question come answer booklet. 250 marks, 3 hours. Word limit as specified should be adhered to. Word limit പറഞ്ഞിരിക്കുന്നത് കൃത്യമായിട്ട് ഫോളോ ചെയ്യണം. Any page or portion of the page left blank in the question come answer booklet must be clearly struck off. അതായത് നിങ്ങൾ എഴുതി കഴിഞ്ഞ് ലാസ്റ്റ് പേജസ് ഉണ്ട്, അതെല്ലാം വെട്ടിക്കളയണം. Write 2 essays choosing one topic, 1000 to 1200 words. Questions are there. Alternative technologies for a climate change resilient India. A good life is one inspired by love and guided by knowledge. Ethics. Management of Indian border disputes. Poverty anywhere is a threat to prosperity everywhere. Customary morality cannot be a guide to modern life. The past is a permanent dimension of human consciousness and values. Questions are there. Yes. So, see, എഴുതുക. എസ്സേയിൽ ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞു പേജസ് അവർ പറയുന്നുണ്ട്.
പേജസ് നിങ്ങൾക്ക് കാണാം. എസ് എ പേപ്പർ ആയതുകൊണ്ട് കൃത്യമായിട്ട് ഇട്ട് പോവുകയാണ്. 2 ചോദ്യങ്ങൾ നിങ്ങൾക്ക് എഴുതാം. ഈ രീതിയിൽ പോവും, സ്പെസിഫിൻ ഈ രീതിയിൽ പോവും. സോ യു ക്യാൻ റൈറ്റ് ദിസ്. യെസ്, അടുത്ത ചോദ്യം കണ്ടോ? വന്നത് കണ്ടോ? ഇവിടെ നോക്കൂ, സെക്ഷൻ ബി ഇവിടെ എത്തി തുടങ്ങി. കണ്ടോ? 17 പേജ് കഴിഞ്ഞപ്പോഴേക്കും സെക്ഷൻ ബി തുടങ്ങി. അപ്പൊ മാക്സിമം ഇത്രേ എടുക്കാൻ പറ്റുള്ളൂ. വേർഡ്സ് ആണ് നോക്കുന്നത്. ചിലരുടെ വലിയ കൈയിഷ്ടമായിരിക്കും, അതാണ് അത്രയും പേജസ് ഇട്ടിരിക്കുന്നത്. നിങ്ങൾ 14 പേജ് നിർത്തിയെങ്കിൽ ബാക്കി 3 വിട്ടിട്ട് കളയാം. അടുത്ത ചോദ്യം ഇവിടെ തുടങ്ങുകയാണ്. GS ലേക്ക് വരുമ്പോൾ ഡയറക്റ്റ് ഇങ്ങനെ ഈ രീതിയിലേക്ക് പോകും. സോ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. എസ് എ പ്രിപ്പറേഷനെ കുറിച്ച് നിങ്ങൾക്കൊരു വ്യക്തമായ ധാരണ കിട്ടി എന്ന് വിചാരിക്കുന്നു. നമ്മളുടെ അബ്സല്യൂട്ട് IAS അക്കാഡമിയുടെ പ്രോഗ്രാമിൽ നമ്മൾ റൈറ്റിങ്ങിന് വലിയ പ്രാധാന്യം കൊടുക്കുന്നു. പ്രത്യേകിച്ചും നമ്മൾ പുതിയ ബാച്ചുകളിലെല്ലാം ആഫ്റ്റർനൂൺ സെഷൻസ് റൈറ്റിങ്ങിന് വേണ്ടി മാറ്റിവെക്കാനാണ് ഉദ്ദേശിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങളുടെ എസ് എ ആവട്ടെ, ഓപ്ഷണലാവട്ടെ, ഈ രീതിയിലൊക്കെ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്ത് മുൻപോട്ടേക്ക് പോവുക. നിങ്ങൾക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു. വീണ്ടും കണ്ടുമുട്ടാം. ബൈ.